അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. അപ്പം ഇന്ന് പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് എനിക്കിപ്പോൾ ആശ്ചര്യമാവുകയാണ്. കാരണം ഇത് വേണ്ടതുപോലെ വേണ്ട സ്ഥലത്ത് എത്തിയില്ല എന്നുള്ളതാണ്. കാരണം ജസ്റ്റ് കുറച്ച് ദിവസം മുന്നേ പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് ഏകദേശം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. അതെന്താ കാരണം വെച്ചാൽ ഇന്ത്യയില് 150% ആണ് പ്രമേഹത്തിന് വളർച്ച ഉണ്ടായിരിക്കുന്നത്. ചിന്തിച്ചു നോക്കണം. 150% ഗ്രോത്ത് ആണ് ആർക്ക് പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ. ഇത് ഇന്ത്യയിൽ 150%, ഓവർ ടോട്ടാലിറ്റിയിൽ. അപ്പൊ നമുക്ക് മൊത്തം ഇന്ത്യയിലെ കണക്കല്ലേ 150 എന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ ഇരിക്കാനുള്ള ഒരു സാധ്യത ഇവിടില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയില് ഓരോ സ്റ്റേറ്റിനെയും എടുത്ത് വെച്ച് നോക്കിയാൽ ഏറ്റവും അധികം പ്രമേഹ രോഗികളുള്ള നാട് കേരളമാണ്. അപ്പം ഓൾ ഓവർ ഇന്ത്യയിൽ 150% പ്രമേഹ രോഗികളുടെ എണ്ണം ഓരോ വർഷവും, കഴിഞ്ഞ വർഷം കൂടിയതാണ്, കഴിഞ്ഞ വർഷം കൂടിയിട്ടുണ്ടെങ്കിൽ 150% കേട്ടോ, 150 150% ഇസ് അലാർമിങ്. അപ്പൊ 150% പ്രമേഹ രോഗികൾ ഇന്ത്യയില് ഒരു വർഷത്തിനുള്ളിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബഹുഭൂരിപക്ഷമായിട്ടുള്ള കണക്ക് വെച്ച് നോക്കിയാൽ ഇതിൽ അധികവും കേരളത്തിലായിരിക്കും. കാരണം ഇവിടെയാണ് ഏറ്റവും അധികം പ്രമേഹ രോഗികൾ ഉള്ളത്. അതുകൊണ്ട് ഈ 150% വളർച്ച ഇന്ത്യയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതില് നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു കണക്കായിരിക്കും കേരളത്തിന്റെ മാത്രം നമ്മളെടുത്ത് ബൈഫർക്കേറ്റ് ചെയ്ത് നോക്കിയാൽ. അപ്പൊ ഇതൊക്കെ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്, വസ്തുതകളാണ് ഇതൊക്കെ മുമ്പിലുള്ളത്. പക്ഷേ നമ്മളിപ്പോഴും മരുന്നുകൾ കഴിക്കുന്നു, മരുന്നുകളിൽ നിന്ന് മരുന്നിലേക്ക് പോകുന്നു, അതിൽ നിന്ന് പിന്നെ നമ്മൾ ഇൻസുലിനിലേക്ക് പോകുന്നു. ഇങ്ങനെ പോയി അവസാനം ചെറുപ്രായത്തിൽ തന്നെ അമിത പ്രായാധിക്യം തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയാക്കി വെച്ചിട്ട് ആ വ്യക്തിയെ മുഴുനീള രോഗിയാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ മണികണ്ഠൻ സാർ പറഞ്ഞതുപോലെ എവിടെയാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് പ്രമേഹത്തിനുള്ള ഗുളികകളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചിട്ട് പ്രമേഹം കംപ്ലീറ്റ്ലി മാറ്റിയതായിട്ടുള്ള ചരിത്രം ഇവിടെയുള്ളത്? ആദ്യമായിട്ട് നിങ്ങൾക്ക് മരുന്ന് തരുമ്പോൾ തന്നെ പറയപ്പെടുന്നതാണ്, ഇത് നിങ്ങൾ ഇനി മരിക്കുന്നത് വരെ കഴിക്കണം. അതിനർത്ഥം എന്താ? മരിക്കുന്നത് വരെ ഇത് മാറില്ല എന്ന് ആദ്യമേ മുദ്ര കുത്തിയതാണ്. മുൻകൂർ ജാമ്യം എടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ അവസ്ഥയില്ലേ. പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോഴും നമ്മൾ അതിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. കാരണം മരിക്കുന്നത് വരെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും മരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു തീരുമാനമായി. അതുകൊണ്ട് വെറും വയറ്റിൽ എന്തായാലും മരിക്കേണ്ടി വരില്ല, അറ്റ്ലീസ്റ്റ് പ്രമേഹത്തിന്റെ ഗുളിക കഴിച്ചെങ്കിലും മരിക്കാം. അങ്ങനെ ചിന്തിച്ചായിട്ടായിരിക്കും നമ്മളൊന്നും ചിന്തിച്ച് ചോദിക്കാത്തത്. കാരണം ഒരു സാധനം കഴിക്കുമ്പോൾ അതിൽ നിന്ന് യാതൊരു റിസൾട്ടും നിങ്ങൾ ഇനി മരിക്കുന്നത് വരെ കിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ലാഘവത്തോടെയാണ് അതിനെ സ്വീകരിച്ചിട്ട് ഈ പറയുന്ന സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു ഗുളിക കഴിച്ച് തുടങ്ങിയ ആള് മരിക്കുന്നത് വരെ ആ ഒരു ഗുളിക മാത്രമാണോ കഴിക്കുന്നത്? ഐ റിയലി ഡൗട്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കണ്ട ഒരു പ്രവണത എന്താ വെച്ചാല്, നിങ്ങൾക്കൊരു അവസ്ഥയോ രോഗമോ വാട്ടെവർ ഇറ്റ് ഈസ് അതുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് തന്നിട്ട് നിങ്ങളെ അത് കഴിപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുവശത്ത് എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എന്തൊക്കെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം എന്ന് പറയുന്നത് വളരെ വിരളമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ വളരെയധികം മുൻതൂക്കം കൊടുക്കുന്നില്ല. ഒരു എന്താ പറയുക, ഒരു ഫീബിൾ ആയിട്ട് അങ്ങ് പറഞ്ഞു പോകത്തേ ഉള്ളൂ, ഒഴുക്കിൽ അങ്ങ് പറഞ്ഞു പോകും. പക്ഷെ അതിനെ വളരെ സീരിയസ് ആയിട്ട് അതങ്ങനെ ചെയ്തേ മതിയാവത്തുള്ളൂ, അതിന് ശേഷം നിങ്ങൾ ഇത് കഴിച്ചാൽ, അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല വളരെയധികം ആൾക്കാർ പറയുന്നു. അതൊരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അധിക ഭൂരിപക്ഷ ആൾക്കാരോട് ഇപ്പൊ ഞാൻ പരിശോധിക്കുമ്പോൾ എന്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ മരുന്നൊക്കെ കഴിക്കുന്നത് ശരി, സമ്മതിച്ചു, പക്ഷെ ഇത് മരുന്ന് കുറിച്ച് തന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നോ ഇതിന്റെ കൂടെ ഈ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന്? ഇല്ല, നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പിൻവലിയണം. അപ്പോൾ ഞാൻ സാർ പറഞ്ഞിട്ടുണ്ട് ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യണം. ഈ വേഗമായിട്ട് ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് എത്ര ആൾക്കാർക്ക് അറിയാം ഒരു ഡയബറ്റിക് ഡയറ്റ് എന്തെന്നാണ്? അല്ലെ, അതിലെന്താ കൺട്രോൾ ചെയ്യേണ്ടത്? അപ്പോൾ വേഗമായിട്ട് ഒരാൾ പറയും ഡയറ്റ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ പൊതുവെ എന്താ ചെയ്യാന്നറിയോ ആൾക്കാർ? ഒരു 3-4 ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാർ അതിന്റെ എണ്ണ അങ്ങ് കുറയ്ക്കും. അതാണ് ഡയറ്റ് കൺട്രോൾ ചെയ്തത്. അല്ലാതെ വേറൊന്നും അത് ചെയ്തിട്ടില്ല. കഴിക്കുന്നതല്ല, അങ്ങനെ തന്നെ കഴിക്കുന്നുണ്ടാവും. പക്ഷെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ തൂക്കം ഒന്നങ്ങ് കുറയ്ക്കും. എന്നിട്ട് പറയും ഞാനിപ്പോ കൺട്രോൾഡ് ആണ് സാർ, പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഞാൻ ഇത്രയായിരുന്നു. പക്ഷെ ദ കണ്ടന്റ് വിച്ച് യു ആർ ഈറ്റിംഗ് ഈസ് അബ്സല്യൂട്ട്ലി സേഫ്. അതിലൊരു മാറ്റം വന്നിട്ടില്ല. ഇനി ഏറ്റവും ഭയാനകമായിട്ടുള്ളതും നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ചിന്തിപ്പിക്കുന്നതാണ്. ഈ പ്രമേഹമുള്ള ആൾക്കാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുക, കൃത്യസമയത്ത് അദ്ദേഹത്തെ അവിടെ കിടത്തി ഉറക്കുക എന്നുള്ള ഒരു മാർക്കിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട്.
നല്ലതാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, കൃത്യസമയത്ത് ഉറങ്ങണം, കൃത്യസമയത്ത് ഇരിക്കണം, എല്ലാം നല്ലതാണ്. അത് വെറും പ്രമേഹ രോഗികൾക്ക് മാത്രം ബാധ്യതല്ല, എല്ലാവർക്കും ബാധിക്കുന്ന സാധനം. എവരിബഡി ഷുഡ് ഡു ദാറ്റ്. പക്ഷെ അത് പ്രമേഹം മാത്രം വരുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പ്രമേഹമുള്ള വ്യക്തിക്ക് നിങ്ങൾ കൃത്യസമയത്ത്, അത് മരണം വിടാനും ശരി, കല്യാണം വിടാനും ശരി, അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിൽ പോകാനും ശരി, നിങ്ങൾ കൃത്യ സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കും കഴിക്കാൻ ഭക്ഷണം. എന്താ കൊടുക്കുന്നത്? വാട്ട് ഈസ് ദാറ്റ് യു ആർ ഗിവിംഗ് ടു ദിസ്? എന്താ കൊടുക്കുന്നത്? നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ചോറ് തന്നെ കലക്കിയാൻ വിളമ്പിയും കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഓൾറെഡി ഗ്ലൂക്കോസ് കണ്ടന്റ് ബ്ലഡിൽ കൂടിയത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പ്രമേഹത്തിന്റെ അവസ്ഥ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് വീണ്ടും കാർബോഹൈഡ്രേറ്റ് തന്നെയല്ലേ, അത് വീണ്ടും ഗ്ലൂക്കോസ് കൊടുക്കും. ഇവിടുന്ന് നിങ്ങൾ ഇൻസുലിൻ കൊടുക്കുന്നു, അപ്പുറത്തുനിന്ന് വീണ്ടും ചോറ് കൊടുക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ്? വാട്ട് ഈസ് ദ യൂസ്? അപ്പൊ ഇങ്ങനത്തെ ഒരു അനിയന്ത്രിതമായിട്ടുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥ, നമുക്ക് എപ്പോഴും മനസ്സിലാവാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ 150%, ഏറ്റവും അധികം നിങ്ങൾ പത്രത്തിലും അതേപോലെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ, നിങ്ങൾ എല്ലാവരും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ട്രാക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ അതിൽ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും അധികം ചതിക്കുന്ന ഒരു വിഭാഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഇവിടുത്തെ സമൂഹത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കാരണം ഇന്ത്യയിലാണ് ഏറ്റവും അധികം പ്രമേഹ രോഗികൾ ഉള്ളതും, അതിൽ കേരളം. അപ്പൊ കേരളത്തിലെ ആൾക്കാരായിരിക്കും കൂടുതൽ ചതിക്കപ്പെട്ടിട്ടുണ്ടാവുക. ഏറ്റവും അധികം ചതിക്കപ്പെടുന്നതും ഇതിനു വേണ്ടി അനിയന്ത്രിതമായിട്ട് ഈ ഗുളികകളും മരുന്നുകളും കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ട് ആ സമൂഹത്തിനെ മൊത്തത്തിൽ തന്നെ തകർത്ത് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 150% പ്രമേഹ രോഗത്തിന്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ പോക്ക് പോയാൽ എവിടെ അവസാനിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും. അതിന്റെ കൂടെ ഉള്ളത് എന്താ? സമ്മർദ്ദങ്ങൾ, വളരെയധികം ടെൻഷൻ. പിന്നെ മറ്റു വശത്ത് വ്യായാമം ഇല്ലായ്മ, യാതൊരു തരത്തിലുള്ള വ്യായാമം ചെയ്യത്തില്ല. പല പ്രോഡക്റ്റുകളും കഴിക്കുന്നില്ല സർ, കാരണം വ്യായാമം കഴിയേണ്ടി വരും എന്ന് പറഞ്ഞു. നമ്മളെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് കഴിച്ചാൽ വ്യായാമം ചെയ്യണം, വെള്ളം കുടിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മറുവശത്ത് നിന്ന് കിട്ടുന്ന ഉത്തരങ്ങളാണ് ഇതൊക്കെ. സർ, ഞാനിപ്പോ തൽക്കാലത്തേക്ക് അത് നിർത്തി വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് എക്സസൈസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എനിക്ക് ഒരു മടിയുണ്ട്, അല്ല എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാനത് കഴിക്കുന്നത് നിർത്തി. കാരണം സാറ് പറഞ്ഞിട്ടുണ്ട് കഴിച്ചാൽ എക്സസൈസ് ചെയ്യണം. എന്തോരം അവസ്ഥയെ വിചാരിച്ചു, വാട്ട് എ പിറ്റി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ ഇപ്പൊ 150% വളർച്ച കാണിച്ചിരിക്കുന്നത്, ഇനി അത് 1500% വളർച്ച ഉണ്ടാവുന്നത് യാതൊരു സംശയവുമില്ല. പിന്നെ ഫാർമ കമ്പനിയിൽ ഞാൻ പലവട്ടം ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടത് എന്താ വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും അധികം മരുന്നിന്റെ ആ ഗ്രോത്ത് കാണിച്ച സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ ഡയബറ്റിക് ആണ്. ഈ ആന്റി ഡയബറ്റിക് ഡ്രഗ് എന്ന് പേര് പറയുമെങ്കിലും അതൊരിക്കലും ആന്റി ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിൽ കൊണ്ട് ഡയബറ്റിക് ആയിരിക്കും. സോ വൈ ദേ ആർ സെയിങ് ആന്റി ഡയബറ്റിക് ഡ്രഗ്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അത് ഡയബറ്റിക് ഡ്രഗ് എന്ന് പറഞ്ഞു കഴിച്ചാൽ എന്താണ് ഡയബറ്റിക് ആവും? ഒരിക്കലും മാറത്തില്ല. പിന്നെ അങ്ങനെ ആന്റി ഡയബറ്റിക് ആണ്. അപ്പോൾ ആ ശ്രേണിയിൽപ്പെട്ട മരുന്നുകളാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഗ്രോത്ത് കാണിക്കുന്നത്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിയർ, ജസ്റ്റ് ഇമാജിൻ. അപ്പൊ നമ്മൾ ഇപ്പോഴും മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, അല്ലെ നമ്മൾ ഇത് ഉൾക്കൊണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, പിന്നെ നമ്മൾ അധിക കാലമൊന്നും ഈ ഭൂമിയിൽ അത്ര സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഏത് ഘട്ടത്തിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവസ്ഥയോ രോഗമോ വന്നുപെടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് അമ്മാനമാടി ഒരു പരുവത്തിലാക്കും. പിന്നെ ആ വ്യക്തിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഈ പ്രമേഹം എന്ന് പറയുന്നത് ഒരു രോഗമാണോ എന്ന് ചോദിച്ചാൽ രോഗമല്ല, അതൊരു അവസ്ഥയാണ്, സ്റ്റേറ്റ്. കാരണം സാധാരണ അവസ്ഥയിൽ നിന്നൊരു മാറ്റമുണ്ട്. അതായത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അനിയന്ത്രിതമായി വളർന്നുപോയി, അല്ലെങ്കിൽ ആ നോർമൽസിൽ നിന്ന് കൈവിട്ടുപോയി. അതുകൊണ്ട് മാത്രം അതൊരു അവസ്ഥയിലേക്ക് വന്നു. ഇനി അതിനെ തിരിച്ചു മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗോ ബാക്ക് ടു ദ സെയിം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതല്ലല്ലോ നടക്കുന്നത്. അത് കൂടുതൽ വഷളാക്കിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റൈറ്റ്? പിന്നെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ തകരാറ് എന്താണെന്നറിയോ? ഇറ്റ്സ് എ മൾട്ടി ഓർഗൻ ഡാമേജർ. ഒരു ഓർഗൻ മാത്രമല്ല, പല ഓർഗനുകളെ ഇത് നശിപ്പിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഈ വന്ന റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടിയുണ്ട്, അത് വളരെയധികം നമ്മളെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് ടൈപ്പ് 1 ഡയബറ്റിക് വല്ലാതെ കൂടി വരുന്നു എന്നുള്ളതാണ്. ജന്മനാൽ കിട്ടുന്ന ഡയബറ്റിക് എന്ന് പറയുന്ന സംഭവം, അതിന് ചില ആൾ ജുവനൈൽ ഡയബറ്റിക് എന്ന് പറയും. ടൈപ്പ് 1 ഡയബറ്റിക്, അവിടെ ആ വ്യക്തിയുടെ പാൻക്രിയാസിനെ പ്രവർത്തന ശൂന്യമാക്കി കളഞ്ഞു എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്, ആ വ്യക്തിക്ക് ഇൻസുലിൻ അടിക്കാതെ ഇനി മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിക് ആണ് അവർ പറയുക. ടൈപ്പ് 2 ഡയബറ്റിക് പിന്നെ സാധാരണ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഒരു 10, 20, 30 വയസ്സുകളിൽ വരുന്ന രോഗങ്ങളാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ്. പക്ഷെ ടൈപ്പ് 1ന്റെ അളവും സംഖ്യയും കൂടുന്നുണ്ട് എന്ന് പറയുമ്പോൾ
അതെന്തായാലും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അതിനുള്ള കാരണങ്ങൾ പലതുമാണ്. അത് മൊത്തത്തിൽ ഇവിടെ പറഞ്ഞു തീർക്കാനുള്ള സമയത്തിനൊരു ഒരു നിബന്ധന ഉള്ളതുകൊണ്ട് എനിക്കത് മൊത്തം പറയുന്നില്ല. എന്നാലും തുടക്കത്തിൽ ഞാൻ ഇപ്പൊ കുറച്ചായി ന്യൂട്രിചാർജ് ഗ്ലൈസമിക് എടുത്തിട്ട് പിന്നെ പ്രമേഹത്തിന്റെ ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്തായാലും അത് ചുമ്മാതെ ഡയറക്റ്റ് പ്രൊഡക്റ്റിൽ പോകുന്നതിന് മുമ്പേ ഒരു വലിയ ആമുഖം തരണമെന്ന് ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഈ പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടെങ്കിൽ, കാരണം മണികണ്ഠൻ സാർ വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം. അതിന് പിന്നെ ഞാൻ സമയം കളയുന്നില്ല, കാരണം അതൊക്കെ സബ്ജക്റ്റീവാണ്, എത്ര ആൾ ചെയ്യും എത്ര ആൾ ചെയ്യില്ല എന്ന്. പക്ഷെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, അവരൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാവും, റൈറ്റ്? പിന്നെ ചില ആൾക്കാർ ചില കാരണം കൊണ്ട് ചെയ്യാൻ പറ്റാറുണ്ടാവില്ല, അവരും കേൾക്കുന്നുണ്ടാവായിരിക്കും. പക്ഷെ എന്നാലും ഓഫ് ചെയ്തിരിക്കുന്ന ഭൂരിപക്ഷം പേരും അത് കേൾക്കുന്നത് വളരെ വിരളമായിരിക്കും. കാരണം ഇന്ന് രാവിലെ ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ കേട്ടാൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മളെ പ്രോഗ്രാം ശരിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, വീക്ഷിക്കപ്പെടുന്നുണ്ട്. എനിവേ, നമുക്ക് കുറെ കാര്യങ്ങൾ വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. വി നീഡ് ടു സ്റ്റാർട്ട് ഫ്രോം സ്ക്രാപ്പ്. സോ അതൊക്കെ നമ്മൾ നാളെ തുടങ്ങാന്ന് വിചാരിച്ചു, റൈറ്റ്? അപ്പോ ഇന്ന് നമുക്ക് പതിയെ, ഇത്രയും വലിയൊരു പ്രസന്റേഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഏകദേശം അതിന്റെ ഒരു ബേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ നാട്ടിലെ അവസ്ഥ എന്താണ്? ഭയാനകം തന്നെയാണ് കേട്ടോ, യാതൊരു സംശയവും. നിങ്ങൾ ഈ പ്രമേഹത്തിന് വേണ്ടിയിട്ട് ഗുളികകൾ കഴിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ശരീരം കവർന്നു നിൽക്കുക ചെയ്യുന്നത്. അത് പല രോഗങ്ങളിലേക്ക് കൊണ്ടുപോയെന്നുള്ളതിന് യാതൊരു സംശയവും വേണം, റൈറ്റ്? അപ്പം നമുക്ക് ഇനി മുന്നോട്ടേക്ക് പോകാം. ഞാൻ ന്യൂട്രിചാർജ് ഗ്ലൈസമിലേക്ക് പോകാം. പക്ഷെ ഗ്ലൈസമിലേക്ക് പോകുന്നതിന്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ സ്ലൈഡ് വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാനുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ സംശയിക്കുന്നുണ്ടാവും, ഇന്ന് സാറ് സ്ലൈഡൊന്നും ഇല്ലാതെ ചുമ്മാ കൈകൊണ്ട് ഇങ്ങനെ കൈയും വീശി സംസാരിക്കുകയാണോ? പക്ഷെ അതല്ല, ഞാനൊരു ആമുഖം കുറച്ച് നീട്ടി തന്നെ തരാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കുറച്ച് കാലത്തിന് ശേഷമാണ് ഗ്ലൈസം പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു പഠന റിപ്പോർട്ട് എന്റെ കയ്യിൽ വന്ന ദിവസം തൊട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഈ പ്രൊഡക്റ്റ് ഞാൻ പറയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ പറയും ഇതിന്റെ മുന്നേ. ജസ്റ്റ് ഇമാജിൻ മൈ ഡിയർ ഫ്രണ്ട്സ്, 150% ഇൻക്രീസ് ഇൻ ഡയബറ്റിക് കേസസ്. 150%. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി അലാർമിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഇന്ന് വളരെ വളരെയധികം ഉത്സാഹത്തോടെ തന്നെ ഞാൻ മുമ്പിൽ വരുന്നതും അതേപോലെ വളരെ ധൈര്യത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ന്യൂട്രിചാർജ് ഗ്ലൈസം പറയാൻ പോകുന്നത്. കാരണം ഇത് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നെങ്കിൽ ആദ്യത്തെ ചോദ്യം, സാറേ അല്ല സാറേ ഒരു മിനിറ്റ് സാർ, ന്യൂട്രിചാർജ് ഗ്ലൈസത്തിന്റെ ടാബ്ലറ്റ് വന്നില്ലല്ലോ സാർ, അതിന്റെ എപ്പോ വരിക എന്നൊക്കെ ഒരു ചോദ്യം വരികയാണ്. ഇപ്പോഴെനിക്ക് ആ പേടിയില്ല, നല്ല ധൈര്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത്. കാരണം ഇഷ്ടം പോലെ സാധനം കിട്ടാനുണ്ട്. ഇനി അത് എന്നാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്നത് വരെ എനിക്ക് യാതൊരു ഭയവുമില്ല. പിന്നെ എനിക്ക് ആകെ ഒരു ചിന്ത ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാല്, ആ കഴിഞ്ഞ കാലങ്ങളിൽ 2-3 മാസം ഇതില്ലാത്ത സമയത്ത് എന്റെ പറകെ ഓടിയ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ സ്റ്റോക്ക് എടുത്ത് വീട്ടിൽ വെച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് എന്തായാലും അടുത്ത മാസം ആകുമ്പോഴേക്കും ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റിന്റെ ആ സ്റ്റോക്ക് ഗണ്യമായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത മാസം വീണ്ടും സ്ട്രോങ് ആയിട്ട് പ്രൊഡക്റ്റുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോ ഇവിടെ ഒരു കാര്യം നോക്കൂ, ഇവിടുത്തെ ഈ ആദ്യത്തേത് ഞാൻ ഒരിക്കലും പറയാറില്ല, അത് ഇന്നും പറയുന്നില്ലേ. ഓക്കെ, ഇതൊരു സ്വീറ്റ്നർ ഇതിന്റെ കൂടെ ഫ്രീ ആയി കിട്ടുന്നുണ്ട്. അപ്പൊ ഫ്രീ ആയി കിട്ടുമ്പോൾ നമുക്ക് എന്തും കഴിക്കാനുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ഇത് മറന്നേക്ക്, ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. പിന്നെ ഉള്ള ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റും ന്യൂട്രിചാർജ് ഗ്ലൈസം ച്യൂവബിൾ ടാബ്ലറ്റ്സ്. എല്ലാപ്പോഴും ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ് എന്ന് പറയാൻ പാടില്ല. കാരണം ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ബ്രെയിനിൽ രജിസ്റ്റർ ആണ് എന്തെന്നാണ്, എങ്ങനെയാണോ ഒരു ഗുളിക കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ടാബ്ലറ്റ്, സാധാരണ ടാബ്ലറ്റ് ഇടുക, വെള്ളം കുടിക്കുക. ഇവിടെ മാത്രമാണ് ഞാൻ നിങ്ങളോട് വെള്ളം കുടിക്കേണ്ട എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മാത്രമാണ് നമ്മൾ വെള്ളം കുടിക്കാൻ തയ്യാറ്, അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇത് ച്യൂവബിൾ ടാബ്ലറ്റ്സ് ആണ്. ഇത് വെള്ളം കുടിച്ചിട്ട് അങ്ങ് വിഴുങ്ങേണ്ടതല്ല, ഇത് നാക്കിന്റെ അടിയിൽ വെച്ച് ഇങ്ങനെ അലിച്ചലിച്ച് കളയുന്നത്. ഓക്കെ, അപ്പോ ഇതിനെ പറ്റിയിട്ടുള്ള വിശദീകരണം നമുക്ക് പതിയെ മുന്നോട്ട് പോകുമ്പോൾ എടുക്കാം. ഓക്കെ, റൈറ്റ്. സോ പ്രീ ഡയബറ്റിക്, എന്തുകൊണ്ടായി പ്രീ ഡയബറ്റിക് കൂടെ ഹൈലൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ പൊസിഷൻ ചെയ്തത് പ്രീ ഡയബറ്റിന് വേണ്ടിയാണ്. കാരണം ആ സമയത്ത് റിസർച്ചുകൾ നമ്മളെ മുഴുവനും ഒരേ ദിശയിലേക്കാണ് കൊണ്ടുപോയത്. ആ ദിശ ഏതായിരുന്നു? വൺസ് ഡയബറ്റിക്, ലൈഫ് ലോങ് ഡയബറ്റിക്, ഫിനിഷ്ഡ്. ഒരു പ്രാവശ്യം ഒരാൾ പ്രമേഹ രോഗിയായി കഴിഞ്ഞാൽ ആജീവനാന്തം പ്രമേഹ രോഗിയായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ആ ഭാഗം ടച്ച് ചെയ്യുകയാണ്. നമ്മൾ ഇനി നോക്കേണ്ടത് നോർമലിന് പ്രീ ഡയബറ്റിക് ആയ ആളെ നോക്കിയാൽ മതി. കാരണം ആ കക്ഷിയെ പ്രീ ഡയബറ്റിക് ആവാൻ നോക്കിയാൽ മതി. എവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു വൺസ് എ പ്രീ ഡയബറ്റിക് ഓൾവേസ് എ പ്രീ ഡയബറ്റിക്, അല്ലെങ്കിൽ 100% വിൽ ബി ഡയബറ്റിക്, എവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ കാറ്റഗറിയെ മാത്രമേ എടുത്തു. നമ്മൾ കേട്ടത് എന്തായിരുന്നു? വൺസ് എ ഡയബറ്റിക് വിൽ ബി ഓൾവേസ് ഡയബറ്റിക്. അപ്പൊ പിന്നെ അതിന്റെ തുടരേണ്ട മാഷേ, കാരണം അത് ഓൾറെഡി അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പൊ ഞങ്ങൾ ഇത് ലോഞ്ച് ചെയ്തപ്പോൾ ഇതങ്ങനെയാണ് പ്രസന്റ് ചെയ്തതോ അല്ലെ പൊസിഷൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തത്. അപ്പൊ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി നോർമൽ നിന്ന് പ്രീ ഡയബറ്റിക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ
അദ്ദേഹം ആ പ്രീ ഡയബറ്റിക്കിന്റെ അവസ്ഥ മാറ്റാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാൻ വേണ്ടിയോ ഒന്നും ചെയ്യാതെ നോർമൽ നിന്ന് പ്രീ ഡയബറ്റിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നോ ജീവിത ശൈലി, എങ്ങനെയായിരുന്നോ ജീവിച്ചുകൊണ്ടിരുന്നത്, എന്തൊക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, അതൊക്കെ അങ്ങനെ തന്നെ തുടരുമല്ലോ. ഒറ്റ ദിവസം കൊണ്ട് നിർത്താൻ പോകുന്നില്ലല്ലോ. അത് മാത്രമല്ല, പല ആൾക്കാർക്കും നോർമൽ നിന്ന് പ്രീ ഡയബറ്റിക് ആയത് അറിയത്തുമില്ലല്ലോ. പിന്നെ എന്ത് മാറ്റം വരുത്താൻ? ഒന്നും വരുത്താനില്ല. ഇനി ഏതെങ്കിലും ഒരു അസുഖം വന്നോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ടോ ഹോസ്പിറ്റലിന്റെ വാതിലിന്റെ അകത്തോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവർ നിങ്ങളുടെ മടിയിൽ ഒരു സമ്മാനം തരും. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ബഹുഭൂരിപക്ഷം ആൾക്കാരും ആശുപത്രി പോയി തിരിച്ചു വരുന്നിടത്താണ് മനസ്സിലാക്കുക അദ്ദേഹത്തിന് പ്രമേഹമുണ്ട്. അത് വരെ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവും. സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കൈയടിച്ച് വരാം നമുക്ക്. പോയപ്പോൾ ഒന്നുമില്ല സർ. അലക്സാണ്ടർ പോയ പോലെ ഖാലി ഹാത്തായിരുന്നു, കയ്യിൽ ഒന്നുമില്ലായിരുന്നു, വെറും കയ്യാലെ പോയി. തിരിച്ചു വന്നപ്പോൾ പ്രമേഹമായിട്ട് വന്നു സർ. ആകെ കിടന്നത് ഒരാഴ്ച മാത്രം. ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രീ ഡയബറ്റിക്കിനെ മനസ്സിലാക്കി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രീ ഡയബറ്റിക് ഉള്ള വ്യക്തി ഒന്നും ചിന്തിക്കാതെ ഇതുപോലെ തന്നെ പോയാൽ 100% ഈ വിൽ എൻഡ് അപ്പ് ബിക്കമിങ് എ ഡയബറ്റിക്. എന്തായാലും ഒരു 3-4 മാസം കൊണ്ട് അദ്ദേഹം ഡയബറ്റിക് ആയി മാറും. ദാറ്റ് ഈസ് ഫോർ ഷുവർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രീ ഡയബറ്റിക് ഉള്ള ആളെ തടയിടും. ഡോണ്ട് മൂവ് ഫോർവേഡ് മാൻ, കം ബാക്ക്, അതർവൈസ് യു വിൽ ബി എ 100% ഡയബറ്റിക്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ്. ഒരു മതിലുണ്ട്, ആ മതിൽ ചാടിപ്പോയാൽ കുടുങ്ങി. മതിൽ വരെ പോകാം. അപ്പോൾ പ്രീ ഡയബറ്റിനെ നമ്മൾ അവിടെ നിർത്തുക. അതിന്റെ അപ്പുറത്ത് പോകരുത്. അപ്പുറത്ത് പോയാൽ ഭയാനകമായിട്ടുള്ള അവസ്ഥയായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വാട്ട് ഈസ് പ്രീ ഡയബറ്റിക്? പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ നാച്ചുറലി നോർമലും അല്ല, എന്നാൽ ഡയബറ്റിക് അല്ല. യു ആർ സംവെയർ ഇൻ ബിറ്റ്വീൻ, അല്ലെ? എന്തിന്റെയും രണ്ടിന്റെയും നടുക്കാണിത്. മൊത്തത്തിൽ ഡയബറ്റിക് ആയിട്ടുമില്ല, എന്നാൽ നോർമൽ ചെയ്ത് വിട്ടു പോവുകയും ചെയ്തു. അതായത് ഒരു വീട് നിറങ്ങുകയും ചെയ്തു, എന്നാൽ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല, നടുവിൽ എവിടെയോ കിടക്കുന്നത്. അതാണ് സംഭവം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ രക്തപരിശോധനയിൽ ആ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് നോർമലിനേക്കാളും കൂടുതലും അതുപോലെ ഡയബറ്റിക്കിനേക്കാളും താഴെയാണെങ്കിലാണ് അതിന് പ്രീ ഡയബറ്റിക് എന്ന് പറയും. അപ്പൊ പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നതൊക്കെ ചില സമയത്ത് ചില ഡോക്ടർമാരുടെ ഭാഷയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെഡിക്കൽ ടെർമിനോളജി ആയിരിക്കാം. പക്ഷെ അതിന്റെ സാധാരണ ജനങ്ങളുടെ ഭാഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയുന്നത് ബോർഡർ ലൈൻ ഡയബറ്റിക് എന്ന് പറയും. അതായത് ബോർഡർ ലൈനാണ്, ഡയബറ്റിക് ആയിട്ടില്ല, ഒരു ബോർഡറിലാണ്. ഇല്ലെങ്കിൽ പറയും IGT എന്ന് പറയും. IGT എന്ന് പറഞ്ഞാൽ ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. ഓക്കെ, ഇതെല്ലാം പ്രീ ഡയബറ്റിക്. അപ്പൊ ആ ഗ്ലൂക്കോസിനെ ശരിക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ടോളറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇംപയർഡ് ആയിപ്പോയി, തെറ്റിപ്പോയി, കറക്റ്റ് ആയിട്ട് ആവുന്നില്ല. ഗ്ലൂക്കോസിനെ ടോളറേറ്റ് ചെയ്യാൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം. അതുകൊണ്ട് പ്രീ ഡയബറ്റിക് ആയി, നോർമൽ ടീം ഡയബറ്റിക്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഏത് ടെർമിനോളജി കൊടുത്തു കഴിഞ്ഞാലും അവസ്ഥ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ആര് പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാലും, ആര് IGT എന്ന് പറഞ്ഞാലും, ആര് ബോർഡർ ലൈൻ ഡയബറ്റിക് എന്ന് പറഞ്ഞാലും എല്ലാത്തിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, സിമ്പിൾ. ഇനി ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാനാണ്. ഓക്കെ, പിന്നെ പലവട്ടം ഞാൻ ഇപ്പം പരിശോധനയ്ക്ക് ആൾക്കാരെന്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ കണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ, ആൾക്കാർ പറയാറുണ്ട്, സർ ഞാൻ ഫാസ്റ്റിംഗ് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഫാസ്റ്റിംഗ് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി നിങ്ങൾ ഫാസ്റ്റിംഗ് മാത്രം നോക്കിയാൽ പോരാ കേട്ടോ. നിങ്ങൾ 3 നോക്കണം. എന്തൊക്കെയാ നോക്കേണ്ടത്? ഫാസ്റ്റിംഗ് നോക്കണം, പിന്നെ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് PPBS എന്ന് പറയുന്ന സാധനം നോക്കണം, ഇല്ലെങ്കിൽ പിന്നെ മൂന്നാമത്തതും കൂടി നോക്കണം. അതാണ് HbA1c. ഇത് 3ഉം കൂടി നോക്കി കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുക. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. സോ ഓൾവേസ് സീ ദാറ്റ് യു ആർ ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദിസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തപരിശോധനയിൽ അഥവാ HbA1c ആണ് എടുക്കുന്നത്. ഓക്കെ, HbA1c നമ്മൾ പറയുന്നത് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ്. വാട്ട് യു കോൾ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹീമോഗ്ലോബിൻ, രക്തത്തിന്റെ ഓരോ കണങ്ങളിലും ഗ്ലൂക്കോസ് വന്ന് അടിഞ്ഞിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനത്തെ വ്യക്തിയുടെ ശരീരത്തിൽ മൊത്തം പഞ്ചസാര പോലെ ആയി എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ മുറിവ് സംഭവിക്കുന്നത് നമ്മൾ അറിയത്തു പോലുമില്ല. രക്തം വന്നാൽ, രക്തം നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കൂ. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ ഈ വ്യക്തി എവിടെയാണോ യൂറിനേഷൻ ചെയ്യുന്നത് അവിടെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഉറുമ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദീസ് ആർ ഓൾ എ ബിഗ് പ്രോബ്ലം. അപ്പൊ നോർമൽ എന്ന് പറയുന്നത് 5.7% ആണ്, ബിലോ 5.7%. ഓക്കെ, ഇപ്പൊ HbA1c കാര്യം മാത്രം ഞാൻ പറയുന്നത്. അതായത് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ. പ്രീ ഡയബറ്റിക് ആണെങ്കിൽ 5.7 to 6.4%. ഇതാണ് പ്രീ ഡയബറ്റിക്. ആൻഡ് എനിത്തിങ് അബവ് 6.5% ഈസ് പ്യുവർ കേസ് ഓഫ് ഡയബറ്റിക്. അപ്പൊ നമ്മളെല്ലാം നോക്കണം, എന്നാലേ നമുക്ക് ശരിക്കും കോറിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്. ഓക്കെ, അതിന് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയും, FBS എന്ന് പറയാം, FBG എന്ന് പറയാം.
അത് 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് ഓർ ബിലോ. ഓക്കെ, ബിലോ 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണെങ്കിൽ ഈസ് നോർമൽ. ഇനി 100 മുതൽ 125 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണെങ്കിൽ ഈസ് പ്രീ ഡയബറ്റിക്. അതിന്റെ മുകളിലുള്ളത് എന്തും ഇറ്റ്സ് എ പ്യുവർ കേസ് ഓഫ് ഡയബറ്റിക്. ഓക്കെ, ഇനി അതുപോലെ തന്നെ PPBS അല്ലെ PPBG, പോസ്റ്റ് പ്രാൻഡൽ ബ്ലഡ് ഗ്ലൂക്കോസ് അല്ലെ പോസ്റ്റ് പ്രാൻഡൽ ബ്ലഡ് ഷുഗർ. അതിനർത്ഥം ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള പഠനം. അവിടെ നിങ്ങൾക്കറിയാം, നോർമൽ ആണെങ്കിൽ 140 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഓർ ബിലോ. ഓക്കെ, പിന്നെ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ 140 മുതൽ 199 വരെ ഓക്കെ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് കാണിക്കുന്നതെങ്കിൽ യു ആർ പ്രീ ഡയബറ്റിക്. ആൻഡ് എനിത്തിങ് അബൌട്ട് 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഈസ് എ പ്യുവർ കേസ് ഓഫ് ഡയബറ്റിക്. അപ്പൊ ഈ ഒരു സംഭവം ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്, ഇത് വൃത്തിയായിട്ട് ഇതുപോലെ തന്നെ ചാർട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. ഫോട്ടോഗ്രാഫി ഈസ് നോട്ട് അലൗഡ്. എഴുതുന്നത് മാത്രമേ അലൗഡ്. അത് മണികണ്ഠൻ സാറ് പ്രോഗ്രാം തുടങ്ങുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല സാർ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അത് ആദ്യമേ അത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എല്ലാ സമയത്തും പറയാറുമുണ്ട്. സോ വെനെവർ യു ഗോ ഫോർ എനി മീറ്റിംഗ് യു ഷുഡ് ഹാവ് എ നോട്ട് ബുക്ക് ഓർ എ ഡയറി പെൻ അലോങ് വിത്ത് യു, റൈറ്റ്? അപ്പൊ ഇത് എഴുതി വെക്കുക. കാരണം ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വിലയിരുത്താൻ പറ്റും. ആർക്കും നിങ്ങളെ ഒന്നും പറഞ്ഞു പറ്റിപ്പിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഏറ്റവും ഭയാനകമായിട്ടുള്ള പിക്ചർ എന്താ വെച്ചാൽ, കോടിക്കണക്കിന് ഇന്ത്യൻസ് പ്രീ ഡയബറ്റിക് ആണ്. അവിടെയാണ് 150% ഗ്രോത്ത് ഒക്കെ കാണുന്നത്. കോടിക്കണക്കിന്, ജസ്റ്റ് ഇമാജിൻ, ഇറ്റ്സ് നോട്ട് ലാക്സ്, ഇറ്റ് ഈസ് ഇൻ ക്രോഡ്സ്. So crores of Indians have pre-diabetes with an increased risk of becoming a diabetic. കാരണം അദ്ദേഹം ഈ പറയുന്ന പ്രീ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് അറിയില്ല അവർ പ്രീ ഡയബറ്റീസ് ആണ്. അങ്ങനെ അവർക്ക് പ്രീ ഡയബറ്റീസ് ഉണ്ടോ എന്ന് അവർ അറിയുന്നില്ല എന്നുള്ളത്. അപ്പൊ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയുന്ന പോലുമില്ല അദ്ദേഹം പ്രീ ഡയബറ്റിക് ആണെന്ന്. അപ്പൊ പിന്നെ അദ്ദേഹം നാച്ചുറലി ഡയബറ്റിക് ആയിട്ടല്ലേ അവസാനിക്കത്തുള്ളൂ. ഇനി ചോദ്യം എന്താണെന്നറിയാം, ഞാൻ താഴെ കുറെ കാര്യങ്ങൾ പറയും, അതൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. ഫോട്ടോഗ്രാഫി അഗൈൻ നോട്ട് അലൗഡ്, എഴുതുക മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ താഴെ പറയുന്ന പാരാമീറ്ററുകൾ ഏതെങ്കിലും 4 നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ യോജിക്കുന്നുണ്ട് ആ 4 ഈ പറഞ്ഞ കോടിക്കണക്കിന് ഇന്ത്യൻസിൽ പ്രീ ഡയബറ്റിക് ഉള്ള സാധ്യത കാണിച്ചത് അതിലൊന്ന് നിങ്ങളായിരിക്കും, യാതൊരു സംശയമാണ്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാ ക്രൈറ്റീരിയ നോക്കാവൂ. 4 ആയി കഴിഞ്ഞാൽ വിക്കറ്റ് വീണ് കേട്ടോ, യു ആർ ഔട്ട്. ഈ പറയുന്ന ഏകദേശം ഞാൻ ഒരു 10 കാര്യങ്ങൾ പറയും. ആ 10 കാര്യത്തിൽ 4 കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ യു ആർ ക്ലീൻ ബോൾഡ്, നിങ്ങൾ പ്രീ ഡയബറ്റിക് ആയി എന്ന് തന്നെയാണ് അർത്ഥം. 1, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. നമ്പർ 1 സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാർ, ഇപ്പൊ ഞാൻ പ്രൊഡക്റ്റ് ഒന്നും കഴിക്കുന്നില്ല കാരണം എനിക്ക് എക്സസൈസ് ചെയ്യാൻ യാതൊരു രക്ഷയില്ല, മടിയാണ്. അപ്പൊ അങ്ങനെ ശരീരം ഇളകാതെ ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുന്ന ആൾക്കാർ, ഷോക്കേസിൽ വെക്കാൻ റെഡിയാകുന്ന ആൾക്കാർ, അവർക്ക് എന്തായാലും സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ അസുഖം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ വരുന്നത് തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റമുണ്ട്. ലൈഫ് സ്റ്റൈൽ മാറുന്നത് നമ്മൾ ഇൻഡിസിപ്ലിൻ ആണെന്നുള്ള. ഇൻഡിസിപ്ലിൻ ആകുമ്പോൾ നമ്മൾ ഒന്നും വേണ്ടതുപോലെ കൃത്യമായിട്ട് ചെയ്യില്ല. നമ്പർ 2, ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ ഓർ ട്രൈഗ്ലിസറൈഡ്. നിങ്ങളെ രക്തത്തിൽ കൊളസ്ട്രോൾ, അതായത് ചീത്ത കൊളസ്ട്രോൾ വളരെ കൂടുതലുമാണ്, അതേപോലെ ട്രൈഗ്ലിസറൈഡ് വളരെ കൂടുതലാണെങ്കിൽ രണ്ടാമത്തെ വിക്കറ്റ് വീണു. ഓക്കെ, ഇനി 2 ചാൻസ് ഉണ്ട്. മൂന്നാമത്തത്, ബീങ് ഓവർ വെയ്റ്റ് ഓർ ഒബീസ്. വല്ലാതെ തടി, വല്ലാതെ ശരീരം വണ്ണം വെച്ചിരിക്കുന്നത്, അതേപോലെ കുടവയറുണ്ട്, വല്ലാതെ വയറ് ചാടിപ്പോകുക. ഇത് 3ാമത്തെ വിക്കറ്റ്. ഇനി 1 ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് 3ഉം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനി റിസ്ക് ഫാക്ടർ വളരെയധികം. 4ാമത്തത് ഹൈ ബ്ലഡ് പ്രഷർ. നിങ്ങൾക്ക് വളരെയധികം ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് അനദർ ബിഗ് പ്രോബ്ലം. ഓക്കെ, പറഞ്ഞു എന്റെ വീഡിയോ ഇവിടെ നോക്കാം. ഓക്കെ, റൈറ്റ്. അപ്പൊ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങൾ 4ാമത്തെ വിക്കറ്റ്. സോ 4 ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ചുട്ടി മടക്കി വെക്കാം. ഇനി ബാറ്റിങ്ങിന് ചാൻസ് ഇല്ല. ഇനി ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം 6 ഈ 4ൽ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത നോക്കാം. ഹാവിങ് സഫേർഡ് ഡയബറ്റീസ് ഡ്യൂറിങ് പ്രഗ്നൻസി. ഇത് സ്ത്രീകൾക്കാണ് പ്രത്യേകിച്ചിട്ട്. നിങ്ങൾ ഗർഭിണിയായ സമയത്ത് നിങ്ങൾക്ക് ഡയബറ്റിക് ആയിരുന്നു, നിങ്ങൾ അതിനുള്ള മരുന്ന് ഏതൊക്കെയോ ആൾക്കാർ നിങ്ങളെ കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്, അതിനെ ഞാൻ അത്ര അങ്ങോട്ട് മുൻഗണന കൊടുക്കാറില്ല. പക്ഷെ എന്നാലും അതും ഒരു ഡയറക്ഷൻ തന്നെ. കാരണം അവരെന്താണ് ഉപയോഗിക്കുന്നത് അതല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ അതൊക്കെ അറിഞ്ഞും കൊണ്ട് നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്നതിന് അർത്ഥമില്ല. നെക്സ്റ്റ്, ഏജ്
ഓവർ 45 years യാതൊരു കാരണവശാലും സമാധാനത്തോടെ ഇരിക്കേണ്ട. കാരണം 45 വയസ്സല്ല, എബോവ് 30 years വേണം വായിക്കാൻ. 30 വയസ്സിന്റെ മുകളിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്ന കൊള്ളാം. പക്ഷെ എന്തിന് 30 പറയുന്നു? അതിന് താഴെയുള്ള ആൾക്കാർക്ക് പോലും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ 30 കണക്കാക്കി 45 കേൾക്കണ്ട കേട്ടോ. ദെൻ ബീയിങ് എൻ ഇന്ത്യൻ ബൈ ബർത്ത്, ഓ മൈ ഗുഡ്നസ്, അത് ഭയാനകമായി പോയി. നിങ്ങൾ ജനിച്ചത് ഇന്ത്യയിലാണെങ്കിൽ കാര്യം പോക്കാം പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിലെല്ലാവരും വീണിട്ടുണ്ടാവും, ഈ വിക്കറ്റ് എല്ലാവർക്കും പോയിട്ടുണ്ടാവും. കാരണം ഇത് ഇവിടെ ആരും എനിക്കൊന്നുമില്ല ഓസ്ട്രേലിയനോ അല്ലെങ്കിൽ വല്ല ജാപ്പനീസോ ഉള്ള പ്രോഗ്രാം കാണുന്നുണ്ട്. എല്ലാം നമ്മളെ ഇന്ത്യൻസ് തന്നെയായിരിക്കും. അതിന്റെ അർത്ഥം ബീങ് എൻ ഇന്ത്യൻ ബൈ ബർത്ത്, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 150% വളർച്ചയാണ് പ്രമേഹത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ വെരി ഗുഡ്. ഓക്കെ, പിന്നീടുള്ളത് എക്സസ് ഫറ്റീഗ് ആൻഡ് ഇറിറ്റബിലിറ്റി. വല്ലാതെ ക്ഷീണം, ആ ക്ഷീണത്തിൽ കൂടെ വല്ലാതെ ഇറിറ്റേബിൾ ആകുക. എന്ത് പറയുമ്പോഴും അങ്ങ് ചൂടാവുക, ഒന്ന് ശരിക്കും ഒരാൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാതിരിക്കുക, പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും. ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ യു ആർ വൺ. ആൻഡ് ലാസ്റ്റ്, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇഫ് യു ഗോട്ട് എ ഹിസ്റ്ററി ഓഫ് PCOS, PCOD എന്നൊക്കെ പറയുന്നത്, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഡിസീസ്, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ഈ പ്രമേഹം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ഏതെങ്കിലും 4 നിങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയം എത്തി കഴിഞ്ഞിരിക്കുന്നു. ദാറ്റ് ഇസ് ഓൺലി തിങ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു ഹൈലൈറ്റ്. പക്ഷെ ഇതിപ്പോൾ കേട്ടപ്പോൾ ഒന്നൊന്ന് ഇങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും സ്ക്രീനിൽ. ഇതൊക്കെ സ്ക്രീൻ മായുമ്പോൾ നമ്മൾ മനസ്സും തിരഞ്ഞു, പിന്നെ നമ്മൾ പഴയതുപോലെ തന്നെയാവും, നമുക്ക് വ്യത്യാസമൊന്നും വരില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. സോ ട്രൈ ടു ചേഞ്ച്. നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ കാണിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ആ ജീവിതശൈലി മാറ്റാൻ വേണ്ടിയാണ്, നല്ലതിലേക്കുള്ള മാറ്റം. നമ്മളെല്ലാം മാറിയിട്ടാണല്ലോ ഇങ്ങനെ എത്തിപ്പോയത്. അപ്പൊ പഴയതുപോലെ തന്നെ തിരിച്ചു പോകും. then only you will survive, otherwise problem is there. Okay, yani soya protein helps prevent muscle loss in pre-diabetic. See, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ മസിൽസ് ഒരു 35 വയസ്സാകുമ്പോഴേക്കും ഓരോ ശതമാനമായിട്ട് പോകാൻ തുടങ്ങും. ആഫ്റ്റർ 35 years ഓരോ വർഷവും 1% മസിൽസ് നമ്മുടെ ശരീരം വിട്ടുപോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ പോകുന്ന മസിൽസിനെ സ്റ്റോപ്പ് ചെയ്യണം, പോകാതെ സംരക്ഷിക്കണം. എന്നിട്ട് മസിൽസിനുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് പ്രോട്ടീൻ. അപ്പൊ പ്രോട്ടീൻ കഴിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് മസിൽ ലോസ് നമ്മൾ സംരക്ഷിക്കുക, എന്നിട്ട് ആരോഗ്യത്തോടെ നിൽക്കുക. ഇതാണ്. പക്ഷെ ആ ഒരു വ്യക്തി പ്രീ ഡയബറ്റിക്കോ അല്ലെങ്കിൽ ആ വ്യക്തി ഡയബറ്റിക്കോ ആണെങ്കിൽ മസിൽ ലോസ് എന്ന് പറഞ്ഞാല് ഓടയിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളം പോലെയായിരിക്കും. അറിയത്ത് പോലുമില്ല, സെർന്ന് പറഞ്ഞങ്ങനെ പോകും. പെട്ടെന്ന് ചുളിവുകൾ വന്നു, ഈ സ്കിന്നൊക്കെ തൂങ്ങിപ്പോയി, പ്രായം 30 വ്യക്തി 60 തോന്നുന്ന കളിയേട് വരും. അപ്പോ അങ്ങനത്തെ വ്യക്തികൾക്ക് ഏറ്റവും അധികം ആവശ്യകത എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. പക്ഷെ കഴിഞ്ഞ കുറെ കാലം മുമ്പ് നമ്മൾ ഇത് ലോഞ്ച് ചെയ്ത് സംസാരിക്കുന്നതിന് മുന്നേ വരെ ഞാൻ ഒരു പ്രമേഹത്തിന്റെ അവസ്ഥയിലുള്ള ആളുടെ പ്രിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രോട്ടീൻ കണ്ടിട്ടേയില്ല. ദാറ്റ് ഈസ് വെരി വെരി അലാർമിങ്. വെറും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിനാണ് അവർ പറയുന്നത്. സോ ദിസ് ഈസ് ദ ബിഗ് പ്രോബ്ലം. സോ സോയ പ്രോട്ടീൻ നമ്മൾ മസൽ ലോസ് സംഭവിക്കുന്നത് ഇല്ലാതെയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ പ്രൊട്ടക്ട്സ് മസിൽസ് ആൻഡ് ഇംപ്രൂവ്സ് ലിപ്പിഡ് പ്രൊഫൈൽ. അപ്പോൾ നിങ്ങൾക്ക് പ്രമേഹത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നത് തടയിടും. അതുകൊണ്ട് മസിൽസിനെ നല്ലോണം പ്രൊട്ടക്ട് ചെയ്യും. മസിൽസിന്റെ ആ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിന്റെ ആ കംപ്ലീറ്റ് സാന്ദ്രത ഒന്ന് കൂട്ടിവെക്കും. അതിന്റെ കൂടെ നമ്മളുടെ ശരീരത്തിലുള്ള ലിപ്പിഡ് പ്രൊഫൈൽ അത് ശരിക്ക് ഇംപ്രൂവ് ചെയ്യും. അതായത് കൊളസ്ട്രോൾ ഒക്കെ വല്ലാതെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചു കൊണ്ടുവന്ന് നോർമൽസിലേക്ക് എത്തിക്കും. പിന്നെ ഇതിലുള്ള സിന്നമൻ, ഓക്കെ, അതായത് സിന്നമൻ എന്ന് പറയുമ്പോൾ കറുവപ്പട്ട എന്ന് പറയും, പട്ട. അപ്പൊ ഈ കറുവപ്പട്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്രൂവ്സ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ശരീരം അറിയത്തില്ല ഇതെന്തിനാ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ആയി മാറുക. ദാറ്റ് മീൻസ് ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബട്ട് അത് യൂസ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അതിനെ ഈ കറുവപ്പട്ട വലിയ ഗുണം ചെയ്യും. പക്ഷെ ഈ കൊടുക്കുന്ന കെമിക്കലാൽ ചേർത്തിരിക്കുന്ന ഗുളികയിൽ എവിടെയാ കറുവപ്പട്ട ഉള്ളത്? അവിടെ വെറും കെമിക്കലല്ലേ ഉള്ളത്, റൈറ്റ്?
അതുകൊണ്ട് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇൻസുലിന്റെ ഫംഗ്ഷൻ ശരീരത്തിൽ മറന്നുപോയി. ഓക്കെ. ദെൻ ഗാർഷീനിയ കമ്പോജിയ എന്ന് പറയുന്നത്, ഗാർഷീനിയ കമ്പോജിയ ഇസ് നത്തിങ് ബട്ട് വാട്ട് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന കുടംപുളിയാണ്. സോ വാട്ട് ഇറ്റ് ദിസ് ഡു, ഇറ്റ് ചെക്സ് ദി നമ്മളെ ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ്. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ഇങ്ങനെ വന്ന് അടിയുന്നത് ഇല്ലാതെയാകും, വിശപ്പ് കുറയ്ക്കും. അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ. ഓക്കെ. പിന്നെ വേറെ ചില കാര്യങ്ങളാണ്, ഇറ്റ് ഹെൽപ്സ് ദി എൻഹാൻസ്മെന്റ് ഓഫ് ദി ഫാറ്റ് ഓക്സിഡേഷൻ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ബേൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അത് വളരെ ഗുണം ചെയ്യും. നിങ്ങളുടെ വയറിന്റെ ഭാഗം, യുനോ സെൻട്രൽ ഒബേസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാട്ട് വി കോൾ ഇറ്റ് ആസ് മെറ്റാബോളിക് സിൻഡ്രോം, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ഈ കുടവയർ എന്ന് പറയുന്നത്, ആ ഭാഗം പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി, ആൺകുട്ടിയാണെങ്കിൽ ശരി പെൺകുട്ടിയായാലും ശരി, അത് വല്ലാതെ വളർന്നു പോയിട്ടുണ്ടെങ്കിൽ, വല്ലാതെ തടിച്ചു വീർത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ, ദ ചാൻസ് ഓഫ് യു ബിക്കമിങ് എ ഡയബറ്റിക് ഈസ് വെരി വെരി ഹൈ. അതുകൊണ്ട് നടുഭാഗം കുറയ്ക്കുക, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അല്ലാതെ അത് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഐശ്വര്യം അധികകാലം നിലനിൽക്കില്ല. ദാറ്റ്സ് ഫോർ ഷുവർ. അതുകൊണ്ട് ചെയ്യണം, ട്രൈ ടു റിഡ്യൂസ് ദി സെൻട്രൽ ഒബേസിറ്റി, റൈറ്റ്. പിന്നെ ഉള്ളത് കോഫിയാണ്. ഇതിനകത്ത് കോഫി പൊടിയുള്ളൂ. അപ്പൊ നിങ്ങൾ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് കലക്കിയാൽ മൊത്തം റൂമിൽ കോഫിയുടെ സ്മെല്ല് വരും. അത്രയും നല്ല കോഫി പൗഡറാണ് അതിൽ ചേർത്തിരിക്കുന്നത്. ആ കോഫിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അത് ഗ്ലൂക്കോസ് ടോളറൻസ് ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് ഗ്ലൂക്കോസിന്റെ നമുക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് ശരീരത്തിൽ ഉണ്ടായി കൊടുക്കും. അപ്പോൾ എന്തുണ്ടാവും, ശരീരത്തിൽ അമിതമായിട്ട് ഗ്ലൂക്കോസ് പൊങ്ങില്ല, റൈറ്റ്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ലോവേഴ്സ് ദ റിസ്ക് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ടൈപ്പ് 2 ഡയബറ്റിക് ആവാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാമിൽ എൻ്റെ അടുക്ക പരിശോധനയ്ക്ക് വന്ന പ്രമേഹത്തിലുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കോഴിക്കോട്ടും അതുപോലെ പയ്യോളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് ആണ്. ഓക്കെ. അപ്പം കോഫി കഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. ദിവസേന 2 നേരം ബ്ലാക്ക് കോഫി കുടിക്കുകയാണ്, റൈറ്റ്. ബ്ലാക്ക് കോഫിയാണ് കേട്ടോ, പഞ്ചസാരയും പാലില്ലാത്ത കാപ്പിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ചുമ്മാതെ കാപ്പി സാധാരണ കുടിക്കുന്ന പോലെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തിനേക്കാളും ദോഷം ചെയ്തു. ബിക്കോസ് കോഫി, റോ കോഫി ആസ് സച്ച് ഈസ് ആന്റി ഡയബറ്റിക് ആൻഡ് ആന്റി കാർസിനോജനിക് എന്ന് പറയും. അതൊരു ദിവസം 2 നേരം കുടിക്കുന്നത് പ്രമേഹം വരാതിരിക്കാനും അതുപോലെ ഇൻഫാക്ട് ക്യാൻസർ പോലത്തെ ഗ്രോത്ത് പോലും വരാതിരിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ നമ്മൾ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രൂഡൈറ്റിൽ കോഫി ചേർത്തില്ല. ഓക്കെ. ദെൻ ഫൈബറിന്റെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൊഴുപ്പിനെ പിടിച്ച് ദൂരെ വെക്കും, മോഷൻ നല്ല ക്ലിയർ ആകും. അതുകൊണ്ട് ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പടിയുന്നത് ഇല്ലാതെയാക്കും. സോ ഓൾ ദീസ് പുട്ട് ടുഗദർ വി ഹാവ് പ്രസന്റഡ് യു ദിസ് പ്രോഡക്റ്റ്. എത്ര ഗംഭീരമായിട്ടുള്ള സംഭവം ചിന്തിച്ചു നോക്കി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഹൗ മെനി പീപ്പിൾ ആർ യൂസിങ് ഇറ്റ്? എത്ര ആൾക്കാർക്ക് ഇതറിയാം, എത്ര ആൾക്കാർ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? കാരണം നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പേര്, നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് തുറന്ന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന 10 പേരിൽ 5 പേരും പ്രമേഹ രോഗികളുണ്ടാവും, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് പറയുന്നില്ല? ദാറ്റ് ഇസ് പ്രോബ്ലം. അപ്പൊ നമ്മൾ പറയുക, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. കാരണം നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട്, പക്ഷെ അതുകൊണ്ട് ഒരിക്കലും പറഞ്ഞേക്കരുത് പ്രമേഹത്തിനുള്ള മരുന്നാണ്, അത് പറയരുത്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം പല ആൾക്കാർക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങളെ പരിചയത്തിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ കം ടു നോ ദാറ്റ് ഹൗ മച്ച് ഇറ്റ് ഹാസ് ബീൻ ഹെൽപ്പിംഗ് ദം. ഓക്കെ. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ്, അതായത് ഗ്ലൈസം പ്രോഡക്റ്റ് കലക്കി രാവിലെ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് സെറ്റായിട്ട് നല്ല സംതൃപ്തി തരും. അതുകൊണ്ട് നിങ്ങൾക്ക് വിശപ്പുണ്ടാവില്ല, ഇനി ഒന്ന് കഴിക്കണം എന്നുള്ള തോന്നലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് വിശപ്പ് അങ്ങ് കുറയ്ക്കും. വിശപ്പ് കുറയ്ക്കും. ദെൻ ഇറ്റ് റെഡ്യൂസസ് വെയിറ്റ് ഇൻ ഒബീസ് പീപ്പിൾ. അതുകൊണ്ട് അമിതമായിട്ട് കൊഴുപ്പ് കൂടിയിട്ടുള്ള വെയിറ്റ് ഉണ്ട്, അതങ്ങോട്ട് കുറയ്ക്കും. ദെൻ ഹെൽപ്സ് കൺട്രോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പൊ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്തിട്ട് അത് നോർമൽസിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ഡൈജസ്റ്റീവ് ഹെൽത്ത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പ്രോട്ടീൻ ശരീരത്തിലോട്ട് കയറിയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദഹന പ്രക്രിയ നല്ല സുഗമമാക്കും. ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ഡൈജസ്റ്റീവ് ഹെൽത്ത്. സോ ദിസ് ഇസ് ദ ബേസിക്. ഓക്കെ. ഓക്കെ. നൗ ഇതൊന്ന് നോക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഐ വിൽ നോട്ട് സ്പെൻഡ് മച്ച് ടൈം ഓൺ ഇറ്റ്. അപ്പോ മെയിൻ റീസൺസ് ഫോർ പ്രീ ഡയബറ്റിക് എന്താണ്? സാധാരണഗതിയിൽ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്തുകൊണ്ടാണ്
ഓരോ ചുവട് മുന്നോട്ട് പ്രമേഹത്തിലേക്ക് നീങ്ങി പോകുന്നത്. ആദ്യം കംഫേർട്ട് ലെവിങ്, ഇതൊന്ന് ആദ്യം എടുത്ത് മാറ്റണം. ഇഫ് യു ആർ ടു ബൗണ്ട് ടു comfort level, or if you're too bound to be in a comfort zone, then definitely it will create problem to you. അപ്പൊ അത്ര കംഫർട്ട് ലിവിങ് വേണ്ട കേട്ടോ, കുറച്ചൊക്കെ നമ്മൾ ശരീരം കൊണ്ട് ആയാസം ചെയ്യണം. സോ കംഫർട്ട് ലിവിങ് ആണെങ്കിൽ പ്രോബ്ലം ആണ്. ലാക്ക് ഓഫ് എക്സസൈസ് ഇസ് എ പ്രോബ്ലം. എക്സസ് ബോഡി ഫാറ്റ് ഈസ് ബിഗ് ഹ്യൂജ് പ്രോബ്ലം, റൈറ്റ്? ഇപ്പൊ അവിടെ ഫാറ്റോമീറ്റർ വെച്ചിട്ടാണ് അതിങ്ങനെ കാണിക്കുന്നത്. നിങ്ങളുടെ അബ്ഡമൺ ആണ്, വയറാണ്. വയറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഫാറ്റോമീറ്റർ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കൊളുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു കൊളുത്തില്ലേ, അതിന്റെ അകത്ത് കുടുങ്ങിയിരിക്കുന്നതെല്ലാം അനാരോഗ്യമായിട്ടുള്ളത്, അതൊന്നും വേണ്ടാത്തതായിരുന്നു. പക്ഷെ അതൊക്കെ എക്സസൈസ് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെടുത്ത് ഈ ഫാറ്റോമീറ്റർ അല്ലെങ്കിൽ നിങ്ങളെ കൈകൊണ്ട് 2 വിരലിൽ ഇങ്ങനെ വെച്ചിട്ട് ഫാറ്റോമീറ്റർ ആക്കാം. എന്നിട്ടൊന്ന് അവിടെ വെച്ച് നോക്കി വയറിൽ. ഇപ്പൊ ഇരുന്നിടയ്ക്കൊന്ന് ചെയ്ത് നോക്കി, ആ കൈപ്പത്തിയുടെ അകത്ത് എത്ര ഭാഗം ആ വയറിന്റെ വരുന്നുണ്ടോ അതൊന്നും വേണ്ടാത്തത്, എടുത്ത് കളയേണ്ടതാണ്. ഇല്ലെങ്കിൽ അവനായിരിക്കും നാളെ നിങ്ങൾക്ക് പണി തരുന്നത്. സോ എല്ലാവർക്കും ഏകദേശം തൊട്ട് നോക്കിയിട്ടുണ്ടാവും, മനസ്സിലാകും, റൈറ്റ്? നെക്സ്റ്റ്, ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, പോഷകങ്ങളുടെ ഇല്ലായ്മ, കുറവ്. ദാറ്റ് ഇസ് അനദർ ബിഗ് പ്രോബ്ലം. ദെൻ സ്ട്രെസ്ഫുൾ ലൈഫ്, അത് പിന്നെ എവിടെ നോക്കിയാലും ഇപ്പൊ സ്ട്രെസ് ആയതുകൊണ്ട് അതിനെപ്പറ്റി വളരെയധികം ചിന്തിക്കേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു ന്യൂട്രിചാർജ് DHA, കുറെയൊക്കെ ജീവിതത്തിനെ ആസ്വദിക്കാൻ നോക്കുക. കുറെ DHA കഴിച്ചിട്ട് അതിനെ സപ്രസ് ചെയ്യാൻ നോക്കുക. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ലോട്ട്. ദെൻ പ്രീ ഡയബറ്റിക് ഉള്ള ആൾക്കാർ ഏറ്റവും അധികം റിസ്കിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഓക്കെ, ഹൂ ഓൾ ആർ അറ്റ് റിസ്ക്. ഒന്ന്, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്, അത് നമുക്ക് എടുത്ത് മാറ്റാം തൽക്കാലത്തേക്ക്. ദെൻ ലാക്ക് ഓഫ് എക്സസൈസ്, യു ആർ നോട്ട് ഡൂയിങ് എക്സസൈസ് അറ്റ് ഓൾ, അവർ പ്രമേഹം അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അൺഹെൽത്തി ഡയറ്ററി ഹാബിറ്റ്സ്, അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക, ജങ്ക് ഫുഡുകൾ കഴിക്കുക, കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കുക. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് യു ഓഫ്. ദെൻ ഒബേസിറ്റി ആൻഡ് ഓവർ വെയിറ്റ്, അമിതമായിട്ടുള്ള വണ്ണം, അമിതമായിട്ടുള്ള വെയിറ്റ്, ഇറ്റ് ഈസ് ഓൾ എ വെരി വെരി റിസ്ക് ഫാക്ടർ. ഇത് അതിഭീകരമായിട്ടുള്ള റിസ്ക് ഫാക്ടറാണ്. പിന്നെ ഇന്ത്യയില് ഇപ്പൊ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് കണക്ക്. അപ്പൊ ഈ കണക്കൊന്നും എനിക്ക് തോന്നുന്നില്ല മാച്ച് ആവുമെന്ന്. അതായത് 3-ൽ 1 പ്രീ ഡയബറ്റിക് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 150% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ, സോ കോൾഡ് ഗ്രോത്ത് ഡയബറ്റീസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രീ ഡയബറ്റിക്കും അതിന്റെ ഇരട്ടി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ 1 out of 3 ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ റിയലി ഡൗട്ട് ദാറ്റ് ഈ 3-ൽ ആ 3 പേരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു മിക്കവാറും 2.25 ആൾക്കാർ പ്രീ ഡയബറ്റിക് ആയിട്ടുണ്ടാവും ഇതുവരെ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്ക് അതാ മോർ ദാൻ 2 people out of 3 are pre-diabetic in India. It is alarming. And most of the people suffering from pre-diabetes unaware of. അവർക്ക് യാതൊരു അറിവില്ല അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അതുണ്ടോ എന്ന് തന്നെ അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പരിശോധന നടത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് പ്രീ ഡയബറ്റിക് അല്ല ഡയബറ്റിക് ആയി പോയിട്ടുണ്ട്. സോ ദാറ്റ് പ്രീ ഡയബറ്റിക് സോൺ ഉണ്ടല്ലോ, നോർമലും ഡയബറ്റിക്കിന്റെ നടുക്കുള്ളത്, ദാറ്റ് നോബഡി കെയർസ്. അതാരും ശ്രദ്ധിക്കാറില്ല, ആർക്കും അത് മനസ്സിലാവാറില്ല. കാരണം വളരെ കാഷ്വൽ ആയിട്ട് എടുക്കും. കാരണം ഇപ്പൊ നോക്കി, ഇവിടെ ചിത്രം വളരെ ആപ്റ്റ് ആയിട്ടുള്ള ചിത്രമാണ് വെച്ചിരിക്കുന്നത്. കാരണം ഈ റോഡിൽ കൂടി ഇദ്ദേഹം നടന്നു പോവുകയാണ്, ആ ഒരു വാഹനമില്ല, അതുകൊണ്ട് വളരെ കാഷ്വൽ ആയിട്ട് നടന്നു പോകണം. റോട്ടിൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലല്ലോ ആക്സിഡന്റ് ആവുന്നത്. ഇങ്ങനത്തെ ഒരു കുഴി ഉണ്ടെങ്കിലോ കഴിഞ്ഞില്ലേ കഥ, അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. സോ യു ആർ അൺഅവെയർ ഓഫ് ദ റിസ്ക് അറൌണ്ട് യു. സോ ബി കീപ് യുവർ ഐസ് ഓപ്പൺ ആൻഡ് ഹാവ് എ ലുക്ക് അറൌണ്ട്. പിന്നെ ഡു യു നോ ഇന്ത്യ is approximately 12 crore, ഒരിക്കലും അല്ല, it has become 20 crore എന്നാണ് pre-diabetic. Okay, and out of these every year 10 to 14, again not more than 20% of people are shifting. അതുകൊണ്ടാണ് 150% കൂടിയത്. ഇനി ചോദ്യം ഇത്രയേ ഉള്ളൂ, എല്ലാവരും ആയി ഈ പറയുന്ന ആള് അല്ലെങ്കിൽ നിങ്ങൾ അതിലൊന്നാണോ എന്നാണ് ചോദ്യം. ഈ കാണിച്ച ഫിഗറിൽ നിങ്ങൾ പെടുന്നുണ്ടോന്നാണ്. സോ അതിനുള്ള ചോദ്യത്തിന് ചില ഉത്തരം നിങ്ങൾ പറയണം. ഓക്കെ, ആ ചോദ്യം ഞാൻ ചോദിക്കാം. സോ പണ്ട് പറഞ്ഞതാണ്, ഇഫ് യു ആർ ഡയബറ്റിക് യു ആർ ഇംപ്രിസൺഡ്, അതായത് ജയിൽ പുള്ളിനെ പോലെയായി, ദ ഫ്രീഡം ഇസ് ഗോൺ ഫോർ യു. അപ്പോ വൺസ് ഡയബറ്റിക് നെവർ ക്യാൻ ബി ക്യൂർഡ് എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി, ന്യൂട്രിചാർജ് ഗ്ലൈസമോൾ, റൈറ്റ്? So dependency, when you are diabetic, when you are pre-diabetic, what actually happens? The dependency on medicines goes on. Lifetime ആയിട്ട് മാറുന്നു കേട്ടിട്ടുണ്ട്. Need of visiting the doctor again and again. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പല ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റാതെ നമ്മളോട് അത് ഒഴിവാക്കാൻ പറയും. That is the pure case of diabetes. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഇതിന്റെ ഉത്തരം നിങ്ങൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുക. യെസ് നോ ഇടുക. അതിൽ ഏതെങ്കിലും ഒരു യെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേഞ്ചർ സോൺ തന്നെയാണ്. ഒരു യെസ് ഉണ്ടായിരുന്നു. സോ എവറിഥിങ് നീഡ് ടു ബി നോ, റൈറ്റ്? അപ്പൊ ആദ്യത്തെ ചോദ്യം, ആർ യു ഷുവർ യു ആർ നോട്ട് എ പ്രീ ഡയബറ്റിക്? നിങ്ങൾ പ്രീ ഡയബറ്റിക് അല്ല, നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടോ? യെസ് ആണെങ്കിൽ ഓക്കെ ആണ്, നോ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ദെൻ
ആർ യു എ ലിറ്റിൽ ഫാറ്റി? യെസ് ആണെങ്കിൽ യു ആർ ഇൻ എ പ്രോബ്ലം സോൺ. നോ മീൻസ് യു ആർ ഓക്കെ. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പറയുന്ന കാറ്റഗറിയിൽ വന്നുകൊണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ അല്പനേരം മുമ്പേ നിങ്ങളുടെ വയറിന്റെ അകത്ത് ആ ഫാറ്റോമീറ്റർ പോലെ ഫിംഗേഴ്സും എല്ലാ ഫിംഗേഴ്സും ഈ തമ്പും കൂടി ചേർത്ത് വെച്ച് പിടിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹൗ മച്ച് ഫാറ്റ് യു ഹാവ്. അടുത്ത ചോദ്യം, ഈസ് എനിവൺ ഡയബറ്റിക് ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പ്രമേഹം ബാധിച്ച വ്യക്തി ഉണ്ടോ? യെസ് ആണെങ്കിൽ ടേക്ക് കെയർ, നോ ആണെങ്കിൽ യു ആർ ഫൈൻ. ആർ യു ഓൾഡർ ദൻ 30 years? 30 വയസ്സിന്റെ മുകളിലാണോ? ദെൻ യു ആർ ഇൻ എ പ്രോബ്ലം സോൺ. നെക്സ്റ്റ്, ആർ യു കംഫർട്ട് ലെവിംഗ്? ബഹുഭൂരിപക്ഷം ആൾക്കാരും യെസ് തന്നെ പറയേണ്ടി വരും, കളവ് പറയരുത്, കംഫർട്ടാണ്. സോ യു ആർ ഇൻ ദാറ്റ് കാറ്റഗറി. ഡു യു ഹാവ് ഹൈ ബ്ലഡ് പ്രഷർ? നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടോ? ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ then again it's a big problem. If yes, then absolutely you are not safe. You are not at all safe. ഇതിൽ ഏതെങ്കിലും ഒന്ന് യെസ് ആണെങ്കിൽ, അതിൽ ഒന്നിൽ കൂടുതൽ യെസ് ആണെങ്കിൽ യു ആർ absolutely in a danger zone without any fuss, I'm telling you. So my dear friends, what to do? You need to do some right things. ശരിയായ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ആദ്യം തന്നെ പോവുക, രക്തപരിശോധന നടത്തുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടേബിളിൽ പെടുന്നുണ്ടോ എന്ന് നോക്കുക. അതിൽ നോർമൽ ആണെങ്കിൽ യു ആർ ഫൈൻ. അത് അങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. കുറച്ച് ന്യൂട്രിചാർജിന്റെ PVMF ഒക്കെ കഴിക്കുക, കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുക. എന്നിട്ട് വർഷത്തിൽ 2 മാസത്തിൽ ആ കഴിക്കുന്ന പ്രോഡക്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഗ്ലൈസം പ്രോഡക്റ്റ് കഴിക്കുക. 2 മാസം, 6 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം. ദാറ്റ്സ് ഇറ്റ്. സോ ടു അവോയ്ഡ് ആൻഡ് ഡിലേ ഡയബറ്റീസ് ദർ ആർ സം തിങ്സ് വിച്ച് യു നീഡ് ടു ഡു. നാച്ചുറൽ ഹെർബ്സ് കഴിക്കുക, അതാണ് നമ്മുടെ ന്യൂട്രിഷൻ ഗ്ലൈസത്തിലുള്ളത്. പ്രോപ്പർ ന്യൂട്രിഷൻ, ശരിയായിട്ടുള്ള ന്യൂട്രിഷൻ കഴിക്കണം. റെഗുലർ കൺസംഷൻ ഓഫ് പ്രോട്ടീൻ, കൃത്യതയോടെ പ്രോട്ടീൻ കഴിക്കണം. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യണം. ലോ കാലറി ആൻഡ് ലോ ഫാറ്റ് ഫുഡ്. അമിതമായിട്ടുള്ള കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കാനേ പാടില്ല. അധിക കാലറി ഉള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഏകദേശം 8-9 വർഷം മുന്നേ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ പ്രോഡക്റ്റ് അവതരിപ്പിച്ചത്. ന്യൂട്രീഷൻ സപ്ലിമെന്റ്, ഇറ്റ് ഇസ് നോട്ട് എ മെഡിസിൻ. ശ്രദ്ധിക്കുക, ഇവിടെ എവിടെയും മെഡിസിൻ എഴുതിയിട്ടില്ല. ഇറ്റ് ഈസ് എ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഫോർ പ്രീ ഡയബറ്റിക്സ് വിച്ച് ഈസ് എൻറിച്ച്ഡ് വിത്ത് നാച്ചുറൽ ഹെർബ്സ്. നിങ്ങൾ കാണാം, ഇവിടെ ആദ്യം തന്നെ എഴുതി എന്താണ്? ടു അവോയ്ഡ് ആൻഡ് ഡിലേ ഡയബറ്റീസ് വാട്ട് ഇസ് റിക്വയർഡ്? നാച്ചുറൽ ഹെർബ്സ്. അതാണ് ഞങ്ങൾ ചേർത്തത്, അല്ലാതെ മരുന്നിൽ ചേർത്ത കെമിക്കൽ അല്ല. പക്ഷെ അന്ന് നമ്മൾ പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞു. പക്ഷെ പ്രീ ഡയബറ്റിക്കിന് ഞാൻ ഇത് കൊടുത്തപ്പോൾ പല വ്യക്തികളും നോർമലായി. അപ്പൊ പ്രീ ഡയബറ്റിക് നോർമലായി. പിന്നെ ഇത് പോഷകമോ? ഇത് കൊടുത്താൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഗുണം ചെയ്തിട്ടില്ലെങ്കിലും ദോഷം ചെയ്യില്ല. അപ്പൊ എന്നാൽ നമുക്ക് ഡയബറ്റിക്കിന് കൊടുത്തു വിചാരിച്ചു. മോണിറ്റർ ചെയ്തുകൊണ്ട് ഡയബറ്റിക്കിന് കൊടുത്തു. ഓരോ 3-4 ദിവസത്തിനുള്ളിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് വാട്ട് വി ഫൈൻഡ് ഈസ് ഡയബറ്റിക് പേഴ്സൺ ഹാസ് ബിക്കം പ്രീ ഡയബറ്റിക്. അപ്പൊ പിന്നെ നമ്മൾ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ദാറ്റ് പേഴ്സൺ ബിക്കം നോർമൽ. അങ്ങനത്തെ കുറെ ചരിത്രം നമ്മളെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമുക്കതിന്റെ മുകളിൽ കൂടുതൽ വിശ്വാസമായോ? അത് സബ്ജക്റ്റീവാണ്. യു ആസ്ക് യുവർ സെൽഫ്. So this is what NutriCharge has done, and this is what I have done for you people. ഒരു 8 വർഷം മുമ്പേ we launched NutriCharge Glycem Pro-Rite and NutriCharge Glycem Chewable Tablets, right? Okay. ഇനി ഇത് രണ്ടിനെയും കൂടിയിട്ട് ഒരുമിച്ചാണ് പറയാം. ആദ്യം ടാബ്ലറ്റ് പറയാം, NutriCharge Glycem Chewable Tablets. ചെറിയ ഒരു വ്യത്യാസത്തോടെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. സോ യു ക്യാൻ സി ഇതിലുള്ള എന്തൊക്കെയാണ്. ഇതിൽ മാംഗിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ മാങ്ങ. ഓക്കെ, അതായത് പച്ച മാങ്ങ ഉണക്കിയ പൊടി, അതുപോലെ തന്നെ പച്ച മാങ്ങയുടെ ഇലയും ചേർത്തിട്ടുണ്ട്. പച്ച മാങ്ങയുടെ ഇല വളരെ നല്ലതാണ് കേട്ടോ, ആന്റി ഗ്ലൈസമിക് ആണ്. അത് ഇങ്ങനെ പ്രമേഹമുള്ള ആൾക്കാർ അതിനെ കൊണ്ട് പല്ല് തേക്കുന്നൊക്കെ വളരെ നല്ലതാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് മാവിന്റെ ഇല കൊണ്ട് പല്ല് തേച്ച ആൾക്കാരല്ലേ, വിച്ച് ഇസ് ഗുഡ്. ഓക്കെ, സോ മാംഗിഫെറ ഇൻഡിക്ക അതാണ്. ദെൻ ജിംനിമ സിൽവസ്ട്രി എന്ന് പറഞ്ഞാൽ ശർക്കര കൊല്ലിയാണ്. ഓക്കെ, ദെൻ ഗ്ലൈക്രൈസ ഗ്ലാബ്ര, ഇരട്ടി മധുരം. Then Tinospora cardifolia, ചിറ്റമൃത്. Then Memodica sharantia, അത് പാവയ്ക്കാണ്. ഈഗ്ലോ മാമുലസ്, അത് കൂവളമാണ്. Then Pterocarpus marsupium എന്ന് പറയുന്നത് കരിങ്ങാലിയാണ്. പിന്നെ ഉള്ളത് പൈപ്പർ ലോങ്ങം, അതായത് തിപ്പല്ലി. Then പൈപ്പർ നൈഗ്രം, കുരുമുളക്. ആൻഡ് ജിഞ്ചീബർ ഒഫിഷനാലെ എന്ന് പറഞ്ഞാൽ ഇഞ്ചി. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ടാബ്ലറ്റ് ഉണ്ടാക്കിയത്. പക്ഷെ ചില ആൾക്കാരോട് ഇത് നാക്കിനടിയിൽ വെച്ചിട്ട്, അതായത് എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ചില ആൾക്കാരോട് സർ ഇത് അലിച്ചിറങ്ങുമ്പോൾ എന്തൊക്കെയോ പോലത്തെ ടേസ്റ്റ് വരുന്നത്. എന്റെ സുഹൃത്തെ, ഇത്രയും കാലം ടേസ്റ്റിന്റെ പുറകെ പോയത് കൊണ്ടാണല്ലോ നമ്മുടെ ജീവിതം ഇങ്ങനെയായി പോയത്. അപ്പൊ ഇനിയും ടേസ്റ്റിന്റെ പുറകെ പോകണം. ടേസ്റ്റ് അല്ല ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ന്യൂട്രീഷന്റെ പുസ്തകത്തില് ഏറ്റവും മുന്നേ എഴുതിയൊരു വാക്യമുണ്ട്,
If you go behind taste too much, you are going away from life that much. Simple. കൂടുതൽ ടേസ്റ്റിന്റെ പിറകെ പോയാൽ അത്രക്ക് ജീവിതത്തിൽ നിന്ന് പുറകോട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. Right? So this is the ingredient which you find in NutriCharge Glycine chewable tablet. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് അതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടും ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന ന്യൂട്രിചാർജ് ഗ്ലൈസം എന്ന് പറയുന്നത് എത്ര എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് എത്രയും എഫക്റ്റീവ് എന്ന്. ഓക്കെ, റൈറ്റ്. സോ ഫസ്റ്റ് ഈസ് മെമോഡിക്ക ഷെരന്റിയ, പാവയ്ക്ക എന്ന് സൗത്ത് കേരളയിൽ പറയും. നോർത്ത് കേരള, ഞാനൊക്കെ താമസിക്കുന്ന ഭാഗത്തുനിന്ന് അവിടെ നമ്മൾ പറയുന്നത് പെട്ടെന്ന് കയപ്പക്ക. കയപ്പക്ക, റൈറ്റ്. സോ ഹെൽപ്പ് ഡിലേ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ. സോ വൺസ് യു ടേക്ക് ഇറ്റ്, ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ശരീരത്തിൽ നടക്കുന്നത് ഡിലേ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് പോകുന്നതിന്റെ അളവ് സ്ലോ ആവും. അപ്പൊ പെട്ടെന്ന് ഡയബറ്റിക് ആയില്ല. അതുകൊണ്ട് പറഞ്ഞത് ഇറ്റ് ഈസ് എൻറിച്ച്ഡ് വിത്ത് ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി. അതുകൊണ്ട് ഫുൾ ഓഫ് ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ല. അതുകൊണ്ട് ചില ആൾക്കാർ പാവയ്ക്ക ജ്യൂസ് കഴിക്കാൻ പറയും, കയ്പക്ക കഴിക്കടോ, കയ്പക്ക കഴിക്കൂ എന്നൊക്കെ പറയാറില്ലേ. ദാറ്റ്സ് ദ റീസൺ വൈ ഇറ്റ് ഈസ്. ദെൻ എംബ്ലിക്ക ഒഫിഷ്യനാലിസ്, ഇത് കണ്ടാൽ തന്നെ അറിയാം. അതിന് പറയാൻ മലയാളം പേര് പറയേണ്ട ആവശ്യമില്ല, ചിത്രം കണ്ടാൽ തന്നെ അറിയാൻ. നെല്ലിക്കയാണ്. അത് പറഞ്ഞ പോലെ വളരെ പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. ഇറ്റ് ഓൾസോ ഡിലേസ് ദ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ. അപ്പോൾ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ വളരെയധികം ഡിലേ ചെയ്യും. അതുകൊണ്ട് രക്തത്തിൽ പഞ്ചസാര അളവിൽ കൂടാനുള്ള സാധ്യത കുറയും. അങ്ങനെ അത് ഹൈപ്പർ ഗ്ലൈസീമിയ, രക്തത്തിൽ പഞ്ചസാര കൂടുന്നത് കൺട്രോൾ ചെയ്യും. ദെൻ സിസീഗിയം ക്യൂമിനി, ഞാവൽ പഴം, ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഓരോ ഇൻഗ്രീഡിയന്റ് നമ്മളുടെ ശരീരത്തിൽ ഉള്ള ഗ്ലൂക്കോസ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ആക്റ്റീവ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ഹാസ് ആൻ എഫക്റ്റീവ് ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ഐ മീൻ ഒരു ഫ്രൂട്ട് ആണ്. ഇത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിലുള്ള മോളിക്യൂൾസ് ഇറ്റ് ഇസ് വെരി വെരി ആക്റ്റീവ്. അത് നമ്മളുടെ നാക്കിൽ തൊടുമ്പോൾ തന്നെ ശരീരത്തിലോട്ട് അങ്ങ് കൂടിയങ്ങ് ചെല്ലും. അത് ഏറ്റവും അധികം ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ് പ്രമേഹത്തിനുള്ള സാധ്യത വളരെയധികം വിരളമാവും. ദെൻ ചെറോകാർപ്പസ് മാർസൂപ്പിയം, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കരിങ്ങാലി, അഗൈൻ ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടിയാണ് ഫ്രോം ബയോആക്റ്റീവ് മോളിക്യൂൾസ്. കാരണം ഇതിന്റെ അകത്തും ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ആണ്. ദ മൊമെന്റ് യു ടേക്ക് ഇറ്റ് ഇത് നേരെ രക്തത്തിലേക്ക് പോകും. അപ്പോൾ പെട്ടെന്ന് അത് ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി അവിടെ കാണിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽസിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ആൻഡ് ഇൻസുലിൻ സിക്രീഷൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻസുലിന്റെ കുറവ് ശരീരത്തിൽ ഉണ്ടാകില്ല. അതാണ് റൈറ്റ്. ആൻഡ് റിച്ച് ഇൻ ഹൈപ്പോഗ്ലൈസമിക് പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് വല്ലാതെ ഷുഗർ ലെവൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് താഴേക്ക് കൊണ്ടുവരാൻ പറ്റും വലിച്ചിട്ട്. താഴേക്ക് എന്ന് പറഞ്ഞാൽ തീരെ ഷുഗർ ഇല്ലാതെ കുഴഞ്ഞു വീണാലല്ലാതെ പറഞ്ഞിരിക്കുന്നത്. ഈ പോഷകങ്ങളുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് യു ടു ദി നോർമൽ ലെവൽ. അതാണ് അതിന്റെ ഗുണം, റൈറ്റ്. ദെൻ ഏഗിലോ മാമലസ് കൂളത്തിന്റെയാണ്. ഇറ്റ്സ് ഫുൾ ഓഫ് പൊട്ടൻഷ്യൽ ഹൈപ്പോഗ്ലൈസമിക് പ്രോപ്പർട്ടി. നിറച്ചും ഹൈപ്പോഗ്ലൈസമിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നല്ല ഷുഗർ ലെവൽ ഉണ്ടെങ്കിൽ അത് നോർമൽസിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരും. ആൻഡ് ഇറ്റ് കൺട്രോൾസ് ബ്ലഡ് ഷുഗർ ബൈ ആക്ടിംഗ് ലൈക്ക് ഇൻസുലിൻ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. ഇറ്റ് ആക്ട്സ് ലൈക്ക് ഇൻസുലിൻ. അപ്പൊ ഇതൊരു ഇൻസുലിനെ മാറും. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ വേണ്ടതുപോലെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഇറ്റ് ക്യാൻ കൺട്രോൾ ദാറ്റ്. ഓക്കെ. ദെൻ ഗ്ലൈക്രേസ ഗ്ലാബ്ര, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൈക്രേസ ഗ്ലാബ്ര ഇത് ഇരട്ടി മധുരം. ദിസ് ഈസ് എഫക്റ്റീവ് ഓൺ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ആൻഡ് ഇൻസുലിൻ സിക്രീഷൻ. ഇൻസുലിൻ സിക്രീഷൻ കൂട്ടുന്നു, ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ കുറയ്ക്കും. സോ നിങ്ങളുടെ ശരീരത്തിൽ വേണ്ടതുപോലെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് ഇത് പവർഫുൾ ഹെർബ് ഫോർ ഡയബറ്റീസ് മാനേജ്മെന്റ്. അതുകൊണ്ട് പ്രമേഹത്തിനെ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഔഷധ സസ്യം വളരെ പവർഫുള്ളും നല്ലതുമാണ്. ദെൻ ടിനോസ്പെറ കാർഡിഫോളിയ, അത് പറയുന്നത് ചിറ്റമൃതം. ഓക്കെ. ലോവേഴ്സ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അപ്പോൾ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഈസ് വെരി ഹൈ, ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ ദാറ്റ്. അത് വേഗം നോർമൽസിലേക്ക് കൊണ്ടുവരും. ദെൻ ജിംനിമ സിൽവസ്ട്രേ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ശർക്കരക്കൊല്ലി. ദിസ് എ പവർഫുൾ ആന്റി ഡയബറ്റിക് പ്ലാന്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ആയുർവേദം. കാലാകാലങ്ങളായിട്ട് പ്രമേഹത്തിന്റെ പ്രൊഡക്റ്റിലേക്ക് ആയുർവേദത്തിൽ യൂസ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് കാരണം എന്താ, ഇറ്റ്സ് എ വെരി പവർഫുൾ ബ്ലഡ് ഷുഗർ ലെവൽ ലോവറിംഗ് ഏജന്റ്. അതാണ്. അപ്പൊ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് ലെവൽ വളരെ പെട്ടെന്ന് കുറച്ച് നോർമൽസിലേക്ക് കൊണ്ടുവരാനുള്ള അപാരമായിട്ടുള്ള കഴിവ് ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഇത് കാലാകാലങ്ങളായിട്ട് ആയുർവേദ മെഡിസിൻസിലേക്ക് ഇത് യൂസ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാങ്ങ, full of anti-diabetic property and controls blood sugar level. Simple, absolutely simple, right? Then piper nigrum, അത് നമ്മുടെ നാട്ടിലെ കുരുമുളകാണ്. അത് കുരുമുളക് ചേർത്തതിന്റെ കാരണം നമ്മൾ എല്ലപ്പോഴും പറയുന്നതാണ്, വൺസ് യു ആഡ് പെപ്പർ, ആ കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ അതിലുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ ശരീരത്തിലോട്ട് നല്ലോണം പിടിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പൊ അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ബാക്കി ഇൻഗ്രീഡിയൻസിന്റെ ആക്ഷൻ വളരെ സുഗമമാകും. ആൻഡ് ആക്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ദെൻ പൈപ്പർ ലോങ്ങം തിപ്പല്ലിയാണ്. എൻസൈമുകൾ, കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിനുള്ള എൻസൈമുകളെ ഇത് സഹായിക്കും. അതുകൊണ്ട് എന്തുണ്ടാവും വെച്ചാൽ
കഴിച്ച കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിട്ട് അതിന്റെ മെറ്റാബോളിസം കറക്റ്റ് ആക്കി വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടിയിട്ട് ഫാറ്റിലേക്ക് പോകത്തില്ല. ദെൻ ആന്റി ഹൈപ്പർ ഗ്ലൈസിമിക് ആണ്. അതുകൊണ്ട് കൂടുതൽ ഗ്ലൈസിമിക് ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോയില്ല. ദെൻ ഫുൾ ഓഫ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നിറച്ചും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ആണ്. കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. ഓരോ അവയവത്തിന്റെ കോശങ്ങളെ സംരക്ഷിക്കും. ദെൻ ജിഞ്ചിബർ ഒഫീഷ്യലി ഇഞ്ചി ഡിക്രീസ് ബ്ലഡ് ഷുഗർ ബൈ ഇൻക്രീസിങ് ദ ഇൻസുലിൻ ലെവൽ. അപ്പൊ ഇൻസുലിൻ ലെവൽ കൂട്ടിയിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിന്റെ അളവങ്ങ് നോർമൽസിലേക്ക്. അപ്പൊ വല്ലാത്ത ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ചേർത്തിട്ട് ഇഞ്ചി ചേർത്തിട്ട് ഇപ്പൊ ചായ കുടിക്കുന്നുണ്ടല്ലോ, ബ്ലാക്ക് കോഫി, യു ആഡ് ജിഞ്ചർ ടു ഇറ്റ്. അതായത് ഇഞ്ചി ചേർത്തിട്ട് കുടിച്ചു നോക്കി. അതുകൊണ്ട് അദർക്കി ചായ എന്നൊക്കെ നോർത്ത് ഇന്ത്യൻസ് പറയാറുണ്ട്. ലൈക്ക് യു ജസ്റ്റ് ഹാവ് ഇറ്റ്, വണ്ടർഫുൾ, ആബ്സൊല്യൂട്ട്ലി വണ്ടർഫുൾ. പക്ഷെ അത് പഞ്ചസാരയും പാലും ചേർക്കരുത് കേട്ടോ, കട്ടൻ തന്നെ ആയിരിക്കണം മാത്രമേ ഉള്ളൂ. സോ ദീസ് 12 wonderful herbs is added into NutriCharge Glycem chewable tablets. സത്യത്തിൽ പറഞ്ഞാൽ ഈ ഒരു ടാബ്ലറ്റ് മാത്രം മതി ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ. പക്ഷേ ന്യൂട്രിചാർജ് എല്ലായ്പ്പോഴും 2 മുഴം മുന്നോട്ടെറിയുന്നു. അപ്പൊ നമുക്കറിയാം ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ മസിൽസ് തീരെ നഷ്ടപ്പെട്ടു. ആൻഡ് ബീങ് എ ഡയബറ്റിക് അതിന്റെ സാധ്യത വളരെ കൂടുതലാണ്. സോ വി തോട്ട് ഓഫ് ബ്രിങ്ങിങ് പ്രോട്ടീൻ ഇൻ ടു ഇറ്റ്. അതാണ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക് ഇൻഡിവിജ്വൽസിന്റെ മസിൽസ് പെട്ടെന്ന് വീക്ക് ആവും. അപ്പൊ നോക്കിയേ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ച നല്ല മസിൽസ് ആണ്, അത് തീരെ കുറഞ്ഞു ഒന്നുമല്ലാതെയായി മാറി. സോ ഫുഡ് ഹാസ് ടു ബി കൺട്രോൾ. അപ്പോൾ അതാണ് വേറൊരു കാര്യം, ഫുഡ് വളരെയധികം കൺട്രോൾ ചെയ്യണം, ഇല്ലേ? അങ്ങനെയാകുമ്പോൾ എന്തുണ്ടാവും? ഇറ്റ് റെഡ്യൂസസ് ദിയർ വെയിറ്റ്. അപ്പൊ നിങ്ങളുടെ വെയിറ്റ് അങ്ങ് കുറയും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കുറയുമ്പോൾ നമുക്ക് വളരെ സംതൃപ്തിയും സന്തോഷം തോന്നും. ഓ, വെയിറ്റ് കുറഞ്ഞു കേട്ടോ, ഞാൻ കുറെ കാലമായി വെയിറ്റ് കുറക്കാൻ തോന്നും. പക്ഷെ ആക്ച്വലി യു ഷുഡ് നോട്ട് റെഡ്യൂസ് വെയിറ്റ്. വെയിറ്റ് അല്ല കുറക്കേണ്ടത്, കൊഴുപ്പാണ് കുറക്കേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാം? വെയിറ്റ് കുറഞ്ഞു പോയി. വെയിറ്റ് കുറഞ്ഞത് കൊഴുപ്പ് കുറഞ്ഞിട്ടല്ല, മസിൽസും എല്ലും കുറഞ്ഞു പോയി. പക്ഷെ ഫാറ്റ് അവിടെ കൂടിക്കൊണ്ടേയിരുന്നു. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്തു പോയി, വെയിറ്റ് കൂടിപ്പോയി. ഒരു ഭാഗത്തുനിന്ന് മസിൽസും എല്ലും കുറഞ്ഞു, മറുവശത്തുനിന്ന് ഫാറ്റ് കൂടി. അപ്പോഴേക്കും വെയിറ്റ് കുറഞ്ഞതുപോലെ നമുക്ക് കാണും. കാരണം മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ, പക്ഷെ കൊഴുപ്പ് കൂടുന്നുണ്ട് അവിടെ. സോ ഇറ്റ് ഈസ് നോട്ട് എ ക്ലിയർ പിക്ചർ. സോ ലൂസിംഗ് വെയിറ്റ് കോസസ് മസൽ ലോസ്. അപ്പൊ വെയിറ്റ് വല്ലാതെ കുറയുമ്പോൾ അതിന്റെ ഏറ്റവും അർത്ഥം എന്ന് പറഞ്ഞാൽ യു ആർ ലൂസിംഗ് മസൽ ആസ് വെൽ ആസ് യു ആർ ലൂസിംഗ് ബോൺ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, 35 വയസ്സ് കഴിഞ്ഞാൽ ഒരു പെർസെന്റേജ് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇതൊക്കെ അങ്ങ് പോകും, മസിൽസ് ഒക്കെ പോകും. സോ യു നീഡ് ടു കൗണ്ടർ ഇറ്റ്, അല്ലെ? കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഇല്ല, ഇനി കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഡൈജസ്റ്റ് ആവുന്നില്ല, അത് ഡൈജസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് അബ്സോർവ് ആവുന്നില്ല, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ഗട്ട് ഈസ് നോട്ട് ഹെൽത്തി. സോ ഇതൊക്കെ കൂടി വരുമ്പോൾ പിന്നെ കുറെ ആൾക്കാർ പഞ്ചസാര കഴിക്കുന്നു, കുറെ ആൾക്കാർ വെള്ളം കുടിക്കാറില്ല, ചില ആൾക്കാർ ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്നു. എല്ലാം തെറ്റ്. സോ മെനി റോങ്സ് ആൻഡ് സോ മെനി റോങ്സ് കംപ്രൈസ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് തോട്ട് ദിസ് ഈസ് റൈറ്റ്. സോ മെനി റോങ്സ് ഹാവ് മേഡ് യുവർ ലൈഫ് സോ കോൾഡ് റൈറ്റ്, വിച്ച് ഈസ് നോട്ട് റൈറ്റ്. അതാണ് കാര്യം. Okay, so as soon as diabetic person starts controlling food and do exercise, അവരെ മസിൽസ് വല്ലാതെ വീക്ക് ആവും. കാരണം എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, നടക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു ഭാഗത്ത് ഫുഡ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, മസിൽസിനുള്ള ഭക്ഷണം കൊടുത്തിട്ടില്ല. സോ നടക്കുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മസിൽസ് വീക്കായി യു വിൽ ബിക്കം തിൻ ആൻഡ് ലൂസ് അബ്സല്യൂട്ട്ലി. അതുകൊണ്ട് നമ്മൾ ന്യൂട്രിചാർജ് ച്യൂബിൾ ടാബ്ലറ്റ്സ് ഒക്കെ കൂടെ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് കൂടി നിങ്ങൾക്ക് നൽകി. ഓക്കെ, ഇതിലെന്താ ഉള്ളത്? 64% പ്രോട്ടീനാണ്. ഹൈ ക്വാളിറ്റി സോയ പ്രോട്ടീൻ, സിനമൺ എക്സ്ട്രാക്ട്, കറുവപ്പട്ട, ദെൻ ഗാർഷിനിയ കമ്പോജിയ, നമ്മുടെ നാട്ടിൽ കാണുന്ന കുടംപുളി, ദെൻ ഡയറ്ററി ഫൈബർ, എൻസൈം ആൻഡ് കൊക്കോ. കൊക്കോ ഇസ് അഗൈൻ പവർഫുൾ ആന്റി ഓക്സിഡന്റ്, റൈറ്റ്? സോ പ്രോട്ടീൻ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ഇൻഹിബിറ്റർ ആണ്. അപ്പൊ ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അതുകൊണ്ട് പറഞ്ഞപ്പോൾ ശരിക്കും പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റിക് വരാനുള്ള സാധ്യത പറയും. കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് അത് കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. സിനമൺ, കറുവപ്പട്ട ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നു. അതുകൊണ്ട് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ദെൻ ഗാർഷിനിയ കമ്പോജിയ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു, ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ മെറ്റാബോളിസം ഗ്ലൂക്കോസിന്റെ കൂട്ടുന്നു. അപ്പൊ ഗ്ലൂക്കോസ് മെറ്റാബോളിസം കൂടുമ്പോൾ ഗ്ലൂക്കോസ് ശരീരത്തിൽ അടിഞ്ഞു കിടക്കത്തില്ല. അതുകൊണ്ട് യു ബിക്കം നോർമൽ, റൈറ്റ്? ഡയറ്ററി ഫൈബർ, വിത്തൗട്ട് ഫൈബർ ഇഫ് യു ടേക്ക് പ്രോട്ടീൻ നോ യൂസ്, നമ്മൾ പറയാറുണ്ട്. ഫൈബർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതൊന്ന് ഗ്ലൂക്കോസ് കൺട്രോൾ റെഗുലേറ്റ് ചെയ്യുന്നു, ഡൈജഷൻ നന്നാക്കുന്നു. അതുകൊണ്ട് ഡൈജഷൻ നന്നാകുമ്പോൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ, ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ ശരിക്കും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്ന പരുവത്തിലേക്ക് കൊണ്ടുവരും. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു കം ഔട്ട് ഓഫ് ഓൾ ദിസ് ഡേഞ്ചർ. ദെൻ കൊക്കോ അഗെയിൻ ഇൻക്രീസസ് ഇൻസുലിൻ, ഇംപ്രൂവ്സ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് ആന്റി ഓക്സിഡന്റ്. അതുപോലെ ഓക്സിഡേറ്റീവ് ഡാമേജ് ഉണ്ടാക്കില്ല, കാരണം ആന്റി ഓക്സിഡന്റ് ആണ്. അതുകൊണ്ട് പ്രീ ഡയബറ്റിക്സിന് ഓക്സിഡേറ്റീവ് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. കോശങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങൾ, അസുഖങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം ഇതാണ് ഒഴിവാക്കും.
റൈറ്റ്. പക്ഷേ ഇത് മാത്രം കഴിച്ചാൽ മാത്രം പോരാ, ഇതിന്റെ കൂടെ എക്സസൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതെന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ടേക്കിംഗ് ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ് ആൻഡ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോ ഡയറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു. യു നീഡ് ടു വാക്ക് 6000 സ്റ്റെപ്സ് എവറി ഡേ. 6000 സ്റ്റെപ്പ് നേടിയേ ഉള്ളൂ. അത് എണ്ണി 6000 ആക്കരുത്. അതിനേക്കാളും കൂടുതലായാലും പേടിക്കണ്ട, അതങ്ങ് പോയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ഗോ. അല്ലാതെ നടന്ന് 6000 ആയിട്ട് വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണെങ്കിൽ പിന്നെ അവിടെ ഒരു ഓട്ടോ പിടിച്ച് വരേണ്ട ഗതികേടുണ്ടാകും. യു ക്യാൻ സ്റ്റിൽ വാക്ക്. 6000 കഴിഞ്ഞു പോയി സർ, ഇനിയിപ്പോ ഒരു 1000 കൂടി ഉണ്ട്, അപ്പൊ ഞാൻ ഓട്ടോ പിടിച്ചാൽ പോയി. നോ, ഇറ്റ് ഈസ് നോട്ട് ദ ട്രൂത്ത്. യു നീഡ് ടു വാക്ക് 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 ആൻഡ് വാക്ക്. അത്രേ ഉള്ളൂ. ദ മോർ യു വാക്ക് ദ മോർ ഇറ്റ് ഈസ് ഗുഡ്. പിന്നെ വാക്ക് ചെയ്യുന്നത് ബേസിക്കലി ഒരു ഇൻക്ലൈൻഡ് സർഫേസിലാണെങ്കിൽ നല്ലതായിരിക്കും. കയറ്റം കയറി ഇറങ്ങുക, പിന്നെ ആ ഭാഗത്തുനിന്ന് കയറുക, ഈ ഭാഗത്ത് ഇറങ്ങുക, അങ്ങനെ കയറി ഇറങ്ങിയിട്ടുള്ള വാക്കിംഗ് ആണെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്പ്. ദെൻ ക്ലൈംബ് 250 സ്റ്റെപ്സ് എവറി ഡേ. 250 പടികൾ എല്ലാ ദിവസവും കയറി ഇറങ്ങുക. ആൻഡ് ട്രൈ ടു ബി ആക്റ്റീവ് ആസ് ഈസ് പോസിബിൾ, റൈറ്റ്? ദെൻ എക്സസൈസ് റെഗുലർലി. ശരിക്ക് എക്സസൈസ് ചെയ്യണം, റെഗുലറായിട്ട് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കണം, എക്സസീവ് ഫാറ്റ് എല്ലാം കുറയ്ക്കണം. യു നീഡ് ടു റെഡ്യൂസ് ബോഡി ഫാറ്റ്. സോ അതിന്റെ കൂടെ ചെയ്യേണ്ടത് ഈറ്റിംഗ് ലോ കാലറി, ലോ ഫാറ്റ്, ബാലൻസ്ഡ് ഫുഡ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സമീകൃത ആഹാരമായിരിക്കണം. അമിതമായിട്ടുള്ള കൊഴുപ്പ് ഉണ്ടാവാൻ പാടില്ല, അമിതമായിട്ടുള്ള കാലറി ഉണ്ടാവാൻ പാടില്ല. കാരണം 9 എക്സ്ട്രാ കാലറി വിൽ ഗിവ് യു 1 gram ഫാറ്റ്. അപ്പൊ 1500 കാലറി കഴിക്കാൻ പാടില്ല, 1500 കാലറിയുടെ മുകളിൽ. കാരണം 1500 ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രക്ക് ആക്റ്റീവായിട്ടുള്ള ശരീരം കൊണ്ടുള്ള ആൾക്കാർ കുറവായിരുന്നു. വളരെ ആക്റ്റീവ് ആണെങ്കിൽ പിന്നെ പുരുഷന്മാർക്ക് 2700, സ്ത്രീകൾക്ക് 2500, അങ്ങനെയൊക്കെ പോവാം. പക്ഷെ ദിസ് ഈസ് സ്റ്റാൻഡേർഡ് വൺ. 1500 കാലറി മാത്രം കഴിക്കില്ല. 1500ന്റെ മുകളിൽ എത്ര അധികം കാലറി കഴിക്കുന്നോ അതൊക്കെ കൊഴുപ്പായിട്ട് മാറും. പിന്നെ സ്വീറ്റ്സ് കഴിക്കുന്നത് ഒഴിവാക്കുക. ഓക്കെ, അവോയ്ഡ് ദ കൺസംഷൻ ഓഫ് സ്വീറ്റ്സ്. കൺസ്യൂം മോർ ഗ്രീൻ വെജിറ്റബിൾസ്, സാലഡ്സ് ആൻഡ് ഫ്രൂട്ട്സ്. കൂടുതൽ പച്ചക്കറികൾ കഴിക്കുക, കൂടുതൽ സാലഡ്സ് കഴിക്കുക. അതായത് പ്രമേഹവും പ്രീ ഡയബറ്റിക് ഉള്ള വ്യക്തി ഒരു നേരമെങ്കിൽ വേവിക്കാത്ത പച്ചക്കറിയോ അല്ലെങ്കിൽ സലാഡ് ആക്കിയിട്ട് കഴിക്കണം. അൺകുക്ക്ഡ് ഫുഡ് കഴിക്കണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു അണ്ടർസ്റ്റാൻഡ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റിന്റെ അളവ് കുറവേ ആവാൻ പാടില്ല, കൂടാൻ പാടില്ല. ഓക്കെ. ദെൻ സ്ട്രെസ് മാനേജ്മെന്റിനുള്ള പലതരത്തിലുള്ള എക്സസൈസ് നമ്മൾ ചെയ്യണം. യു നീഡ് ടു മാനേജ് മെന്റൽ സ്ട്രെസ്. അങ്ങനെ സമ്മർദ്ദം കൂടിക്കേണ്ട പ്രശ്നങ്ങളാവും. അപ്പൊ എക്സസൈസ് ചെയ്യുക ആൻഡ് റിഡ്യൂസ് യുവർ സ്ട്രെസ്. അതിനുള്ള ചില എക്സസൈസ്, യോഗ, പിന്നെ പ്രാണായാമം, അതൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ. പിന്നെ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് കൊടുക്കേണ്ടി വന്നു എന്ന് വിചാരിക്കും. അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള പ്രോഡക്റ്റുകൾ ആ സ്ഥലത്ത് കൊടുക്കണ്ട, ഗ്ലൈസം പ്രോഡക്റ്റ് തന്നെ കൊടുത്താൽ മതി. അതായത് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്, സ്ട്രോബെറി പ്രോഡക്റ്റ്, കേസർ പിസ്ത പ്രോഡക്റ്റ് ഇതിന്റെ കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് വിൽ ഹെൽപ്പ്. സോ ബെനിഫിറ്റ്സ് ഓഫ് ചൂയിങ് ദ ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ് എന്താണ്? പെട്ടെന്ന് പ്രവർത്തിക്കും. ഓക്കെ. ബെറ്റർ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. അതായത് നിങ്ങൾ ചൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ രക്തത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് ഈ ന്യൂട്രിയൻസ് കറക്റ്റ് ആയിട്ട് എത്തും, ഫാസ്റ്റ് ആയിട്ട് എത്തും, പെട്ടെന്ന് അബ്സോർവ് ചെയ്യും, ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിരിക്കും, കൺവീനിയന്റ് ആയിരിക്കും. അതുപോലെ തന്നെ വെള്ളം കുടിക്കേണ്ട, വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമില്ല, വെള്ളത്തിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. Then, whom to take? Start using when blood glucose level is between 140 milligram per deciliter to 200 milligram per deciliter after having. എത്ര കാലം കഴിക്കണം? ഈ ഒരു അളവാകുന്നത് വരെ കഴിച്ചുകൊണ്ടേയിരിക്കണം. ഇറ്റ്സ് വെരി ക്ലിയർ. ഈ ഒരു അളവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. എന്നിട്ട് നമുക്ക് മറ്റുള്ള പ്രോഡക്റ്റിലേക്ക് പോകാം. എന്നിട്ട് 6 മാസം കൂടുമ്പോൾ നമുക്ക് 1 മാസം ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് കഴിക്കും. ഓക്കെ, ഇതാണ് സിമ്പിൾ. ഹൗ ടു ടേക്ക്? വെരി വെരി സിമ്പിൾ. രാവിലെ ഭക്ഷണത്തിന്റെ മുന്നേ എംപ്റ്റി സ്റ്റമക്കിൽ നടക്കാൻ പോകുമ്പോൾ ടാബ്ലറ്റ് വായിലിട്ടിട്ട് അരിച്ചുകൊണ്ട് നടക്കാൻ പോകുക. അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വെറും വയറ്റിൽ തന്നെ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് തേങ്ങാപ്പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് കുടിക്കുക. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ. ടിൽ വെൻ ടു ടേക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞോളൂ. ആൻഡ് ഇറ്റ് ഈസ് എ ക്ലിനിക്കലി പ്രൂവൺ പ്രോഡക്റ്റ്, ഐ ടെൽ യു. അപ്പൊ 90 ദിവസം ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് മുടങ്ങാതെ കഴിക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ the chance is that if you are diabetic, you can become pre-diabetic, and if you are pre-diabetic, you can become normal. So this is all about NutriCharge Glycem product and NutriCharge chewable tablet.
പിന്നെ ഇതിന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള ഷുഗറും ചേർത്തിട്ടില്ല. സോ യു ഡോണ്ട് ആഡ് ഷുഗർ. ഇതിൽ യാതൊരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ചേർത്തിട്ടില്ല. ഒറിജിനൽ ഫ്ലേവർ ആണ്. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ടേസ്റ്റ് മാറ്റാൻ വേണ്ടി ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് യാതൊരു തരത്തിലും പ്രിസർവേറ്റീവ് ഇല്ല. അതുകൊണ്ട് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. ആ തീർന്നത് ഇദ്ദേഹം വെക്കാൻ പാടും. ഇല്ല, ചില ആൾക്കാരുണ്ട് സാർ 2 മാസം മുമ്പേ മേടിച്ചത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഐ ഡോണ്ട് നോ, കൃത്യമായിട്ട് റൈറ്റ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ന്യൂട്രിചാർജ് ഗ്ലൈസൻ. ഐ ഹോപ്പ് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ പ്രൊമോട്ടിംഗ് ന്യൂട്രിചാർജ് ഗ്ലൈസൻ. എന്നിട്ട് നമ്മുടെ സമൂഹത്തിൽ 150% പ്രമേഹ രോഗികളുടെ സംഖ്യ ഭാരതത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വിഭാഗം, ഒരു പെർസെന്റേജ്, ഏറ്റവും ഹൈ പെർസെന്റേജ് കേരളത്തിലായിരിക്കും. അവരെയൊക്കെ നമുക്ക് നോർമൽസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ.